عليه الحمد لله الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ISM കാക്കനാട് മണ്ഡലം മാസങ്ങളായി എല്ലാ മാസത്തിലും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്തിഖാമ പ്രോഗ്രാമിലാണ്. ഓരോ വിഷയത്തിൽ വിഷയാധിഷ്ഠിതമായി ദീനീപരമായ അറിവുകൾ ലഭിക്കുന്നതിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ISMന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഇസ്തിഖാമ കുടുംബത്തോടൊപ്പം ഇസ്ലാമിക വിഷയങ്ങൾ പഠന വിധേയമാക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വളരെ ഉപകാരപ്രദമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും പുതിയ അറിവുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കുന്നതിനും ഇതുമൂലം സാധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. വളരെ സാമ്പത്തികമായ ബാധ്യതകൾ വഹിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ISMന്റെ പ്രവർത്തകർ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് ഇത് തുടർന്നും വളരെ ഭംഗിയായ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ സഹായിക്കണം. ഇസ്സത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ISMൽ വർഷങ്ങളായി ഒരുമിച്ച് സഹപ്രവർത്തകരായി വർക്ക് ചെയ്ത ISMന്റെ സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് മേലേതിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ നമുക്ക് വേണ്ട അറിവുകൾ പകർന്നു നൽകാനും അത് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്സത്ത് എന്ന വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി ഷെരീഫ് മേലേതിലെ ക്ഷണിച്ചു നിർത്തുന്നു. വാഹിദുൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله. الحمد لله رب العالمين حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الناس أوصيكم وإياي بالتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. من كان يريد العزة فلله العزة جميعا. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനും കാരുണ്യവാനും ജഗന്നിയന്താവുമായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മുടെ മേൽ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി
നമ്മിൽ നിന്ന് വേർപെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് അവരെ കണ്ടുമുട്ടാൻ അവരെയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഒരുമിച്ച് കൂടുന്നതും അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നതും പറയുന്നതും കേൾക്കുന്നതും ചെലവഴിക്കപ്പെടുന്ന സമയവും ഇതിനു വേണ്ടിയുള്ള അധ്വാനങ്ങളും നന്മയായും പുണ്യമായും സൽപ്രവർത്തനമായും അള്ളാഹു നമ്മളെ ഇന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ കൂടുതൽ കൂടുതൽ അടുത്തറിയാനും ആഴത്തിൽ പഠിക്കാനും അറിയുന്ന കാര്യങ്ങളും പഠിക്കുന്ന കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താനും അള്ളാഹുവിൻ്റെ ദീനിനോട് സത്യസന്ധത പുലർത്താനും ആത്മാർത്ഥത കാണിക്കാനും അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനുമായി മുന്നോട്ടു പോകാനും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കാളികനാകാനും അള്ളാഹു നമ്മിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം തുടർച്ചയായി ഇവിടെ നടന്നു വരുന്ന വൈജ്ഞാനിക സദസ്സിന്റെ ഭാഗമായിട്ടാണ് ഈ ഒത്തുകൂടൽ എന്ന് സന്തോഷത്തോടുകൂടെ ഞാൻ തിരിച്ചറിയുകയാണ്. നിരന്തരമായി കേൾക്കുമ്പോഴാണ്, നിരന്തരമായ ഉത്ബോധനങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോഴാണ് മതപരമായ നിഷ്ഠകളും ചര്യകളും ഞാനും നിങ്ങളും ഉൾപ്പെടെ വിശ്വാസികളായ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് നിർബന്ധമായും ആഴ്ചയിൽ ഒരിക്കൽ വെള്ളിയാഴ്ചകളിൽ ഒത്തുകൂടണമെന്നും കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ ജുമുഅകളിൽ പങ്കെടുക്കണമെന്നും അവിടെ ഉത്ബോധനങ്ങൾ നടക്കണമെന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ളത്. നമ്മുടെ ഒരു പ്രകൃതം, മനുഷ്യന്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മറന്നു പോവുക എന്നതാണ്. പല കാര്യങ്ങളെക്കുറിച്ചും അശ്രദ്ധയിലായി പോവുക എന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ, നമുക്ക് പരിശോധിച്ചാൽ ഗഫ്ലത്തുൻ എന്നൊരു പദം കാണാൻ പറ്റും. വളരെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഖുർആൻ ആ പദത്തെ സംസാരിക്കുന്നത്. ഗഫലത്തിലാകുന്ന ആളുകൾ പരലോകത്ത് നരകാവകാശികളായി തീരുമെന്ന രീതിയിലാണ് ഗഫ്ലത്ത് എന്ന ആശയത്തെ ഖുർആൻ പ്രതിപാദിക്കുന്നത്. ഗഫ്ലത്ത് എന്ന് പറയുന്നത് കുഫറല്ല, സത്യനിഷേധത്തെ പറ്റിയല്ല ആ പറയുന്നത്. ഗഫ്ലത്ത് എന്ന് പറയുന്നത് ഷിർക്കിനെ കുറിച്ചല്ല, ബഹുദൈവാരാധനയെക്കുറിച്ചോ സത്യനിഷേധത്തെക്കുറിച്ചോ കാഫിറുകളെ കുറിച്ചോ അല്ല ഗഫ്ലത്ത് എന്ന് പറയുന്നത്. ഗഫ്ലത്ത് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം അശ്രദ്ധരായി പോവുക എന്നതാണ്. ഒരുപാട് നെട്ടോട്ടങ്ങൾക്കിടയിൽ അടിസ്ഥാനപരമായ വിഷയങ്ങളെക്കുറിച്ച് അശ്രദ്ധരായി പോകുന്ന, നിർബന്ധമായും ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിസ്മരിച്ചു പോകുന്ന, ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ പരിഗണിക്കേണ്ടുന്ന വിഷയങ്ങളെ മാറ്റിവെക്കപ്പെടുന്ന ഒരു സാഹചര്യം, അതാണ് ഗഫ്ലത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് സംഭവിക്കുന്ന ആളുകൾ ജീവിതത്തിന്റെ നിർണായക ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് സമയം ചോദിക്കും. നമ്മൾ ഇന്ന്
ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. ആഴ്ച മുഴുവനും ജോലിയുള്ളവർക്ക് ആഴ്ച അവസാനം ഒരു ദിവസം അവധി ലഭിക്കുമ്പോൾ നമ്മൾ ഒരു 100 പേരാണ് ഇവിടെ ഉള്ളതെങ്കിൽ 100 പേരും 100 തരത്തിലാണ് ഒരു അവധി ദിവസത്തെ ഉപയോഗിക്കാറുള്ളത്. നാളെ രാവിലെ 10 മണിക്കാണ് നമ്മൾ ജോലിക്ക് പുറപ്പെടുന്നതെങ്കിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് 10 മണിക്ക് ഇടയിൽ 4 മണിക്കൂർ സമയമുണ്ട്. ആ 4 മണിക്കൂർ സമയം എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് നമ്മൾക്ക് 100 പേർക്ക് 100 തരത്തിലുള്ള മാനസികാവസ്ഥയാണ്. പക്ഷെ നമ്മളെല്ലാവരും ഒരുപോലെ ചിന്തിക്കും, ഒരേ കാര്യം നമ്മൾ ആഗ്രഹിക്കും. 1 മിനിറ്റ് കിട്ടിയാലും 1 മണിക്കൂർ കിട്ടിയാലും 10 മണിക്കൂർ കിട്ടിയാലും 10 ദിവസം കിട്ടിയാലും ഞാൻ ഇന്ന കാര്യം ചെയ്തു കൊള്ളാം എന്ന് അള്ളാഹുവിനോട് പറയും. പരിശുദ്ധ ഖുർആൻ 3 സ്ഥലങ്ങളിൽ അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, പരിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറത്ത് മുഅ്മിനൂനിൽ 99-100 ആയത്തുകളിലാണ്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു, ഒരു ഘട്ടം അതാണ്. മരണമാസന്നമാകുമ്പോ മരണം തന്നെ പിടിപെട്ടിരിക്കുന്നു എന്ന് 100% ഞാനിതാ മരണത്തിലേക്കാണ് എന്ന് ബോധ്യപ്പെടുമ്പോ ചില മനുഷ്യർ അള്ളാഹുവിനോട് പറയുന്നൊരു വാക്കുണ്ട്, ഖാല റബ്ബി റജ്ജിഊൻ, അള്ളാഹുവേ സമയം നൽകാമോ എന്ന്. 50 വരെ ജീവിച്ചാലും 80 വരെ ജീവിച്ചാലും ഒക്കെ ചില ഘട്ടങ്ങളിൽ മനുഷ്യർ അള്ളാഹുവിനോട് മരണത്തിന്റെ സമയത്ത് കുറച്ച് സമയം കൂടെ എനിക്ക് നീട്ടി അനുവദിക്കുമോ എന്ന് അള്ളാഹുവിനോട് ചോദിക്കും. നാളെ ഒരു ദിവസം മുഴുവനും അവധിയാണെങ്കിലും ചെയ്യുമെന്ന് നമ്മളാരും വാഗ്ദാനം ചെയ്യാത്തൊരു കാര്യം നമ്മൾ അള്ളാഹുവിനോട് ഒരല്പസമയം നീട്ടിത്തന്നാൽ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്യും. വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം, രണ്ടാമത്തെ ഒരു സന്ദർഭം പരിശുദ്ധ ഖുർആനിൽ 32-ാം അധ്യായം സൂറത്ത് സജദയിലെ 12-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യർ മരണാനന്തരം റബ്ബിന്റെ കോടതിയിൽ ചെന്ന് വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോ വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം, കുറെ ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് തലകുനിച്ച് നിൽക്കും. എന്നിട്ട് അവർ പറയും, റബ്ബന അബ്സർന വസമിഅന, അല്ലാഹുവേ ഞങ്ങളിതാ പരലോകം എന്ന് പറയുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടിരിക്കുന്നു. അബ്സർന വസമിഅന, വിചാരണ, അല്ലാഹു, പരലോകം, സ്വർഗം, നരകം, അതൊക്കെ ഞങ്ങളിതാ അനുഭവിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് ഫർജ്ഇന, ഞങ്ങളെ ഒന്ന് മടക്കി അയക്കുമോ. ഇതാണ് 2-ാമത്തെ ഘട്ടം. 3-ാമത്തെ ഒരു സന്ദർഭമുണ്ട്, അള്ളാഹുവിനോട് സമയം നീട്ടി ചോദിക്കുന്ന 3-ാമത്തെ സന്ദർഭം. പരിശുദ്ധ ഖുർആനിൽ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിൽ 37-ാമത്തെ ആയത്തിൽ കാണാം, നരകത്തിൽ കിടന്നുകൊണ്ട് ആളുകൾ അട്ടഹസിക്കും. നരകാവകാശികൾ നരകത്തിൽ കിടന്നുകൊണ്ട് അവർ അട്ടഹസിക്കും. അവർ അള്ളാഹുവിനോട്, അള്ളാഹുവേ ഞങ്ങളെ ഒരിക്കൽ കൂടി ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമോ എന്ന് ചോദിക്കും. സഹോദരങ്ങളെ, നമ്മൾ ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകളും, ഞാൻ ആവർത്തിച്ചു പറയുന്ന ഒരു വാക്ക്, നാളെ മുഴുവനും അവധി ദിവസമാണെങ്കിൽ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് നമ്മൾ പറയാത്തൊരു കാര്യം നമ്മളെല്ലാവരും ഒരുപോലെ അള്ളാഹുവിനോട് പറയുന്ന 3 സന്ദർഭങ്ങൾ. 1, മരിക്കാൻ നേരത്താണ്. 2, വിചാരണയുടെ ഘട്ടത്തിലാണ്. 3, നരകാവകാശികൾ നരകത്തിൽ കിടന്നുകൊണ്ടാണ്. ഈ 3 സന്ദർഭത്തിലും നിങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷകൾ, ഈ സൂറത്തുകളുടെ ആയത്തുകൾ എടുത്ത് പരിശോധിക്കുക. ഈ 3 സന്ദർഭത്തിലും അള്ളാഹുവിനോട് നമ്മൾ പറയുക നഅമൽ സ്വാലിഹൻ എന്നാണ്. എന്തെങ്കിലും അമലു സ്വാലിഹാത്ത് ഞാൻ ചെയ്തു കൊള്ളാം. എനിക്ക് സമയം തന്നാൽ, ഒന്നുകൂടെ എന്റെ മരണത്തെ നീട്ടിയാൽ, വിചാരണക്ക് മുമ്പ് എന്നൊന്ന് പറഞ്ഞയച്ചാൽ, നരകത്തിൽ നിന്ന് വീണ്ടെടുത്ത് വീണ്ടും ഭൂമിയിൽ കൊണ്ടുപോയി എന്നെ ഇട്ടാൽ, അല്ലാഹുവേ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. 60 വയസ്സുവരെ ജീവിക്കാൻ അവസരം തന്നപ്പോ, 80 വയസ്സുവരെ ജീവിക്കാൻ അവസരം തന്നപ്പോ ഞാൻ ചെയ്തിട്ടില്ലാത്ത പ്രവർത്തനങ്ങൾ, ഞാൻ സൽപ്രവർത്തനങ്ങൾ, പുണ്യങ്ങൾ, നന്മകൾ
മറന്നുപോയതും വിട്ടുപോയതും പിന്നെയാകാമെന്ന് കരുതി മാറ്റിവെച്ചതുമായ നന്മകളും പുണ്യങ്ങളും സുഹൃതങ്ങളും സൽപ്രവർത്തനങ്ങളും എല്ലാം അള്ളാഹുവേ ഞാൻ ചെയ്തു കൊള്ളാം, അതിനുവേണ്ടി എനിക്ക് സമയം അനുവദിക്കണേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ യാചിക്കുന്ന, സമയം നീട്ടിച്ചോദിക്കുന്ന, ജീവിക്കാൻ അവസരം നൽകുമോ, രണ്ടാമതൊരിക്കൽ കൂടി ഭൂമിയിലേക്ക് തിരിച്ചയക്കുമോ, നരകത്തിൽ നിന്ന് പുറത്തെടുത്ത് ഒന്നുകൂടെ ജീവിക്കാൻ എന്നെ അനുവദിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഘട്ടം മനുഷ്യന്റെ ജീവിതത്തിൽ വരാനുണ്ട്. അന്നല്ല നമുക്ക് ബോധങ്ങൾ ഉണ്ടാകേണ്ടത്, അന്നല്ല നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവേണ്ടത്, അന്നല്ല നമുക്ക് നല്ല തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടത്, അന്നല്ല നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത്. നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതും നമ്മൾ നന്നാവേണ്ടതും നമുക്ക് തിരിച്ചറിവുണ്ടാവേണ്ടതും ഇന്നാണ്. ഇന്നും ജീവിതമുണ്ട്. ഇന്ന് ഞാൻ സുഖസുന്ദരമായി കിടന്നുറങ്ങും. നാളെയും എനിക്ക് ജീവിതമുണ്ട്. നാളെ ഞാൻ എൻ്റെ ജോലിക്ക് പോകും, ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോകും, ഞാൻ എൻ്റെ സ്ഥാപനത്തിലേക്ക് പോകും, ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യും എന്നൊക്കെ കരുതിയിരിക്കുന്ന ഈ സമയമുണ്ടല്ലോ, ഈ സന്ദർഭം ഇന്നാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, വളരെ ഗൗരവത്തോടുകൂടിയുള്ള ചില തിരിച്ചറിവുകളും ബോധോദയങ്ങളും തീരുമാനങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് നിർബന്ധമായും ഉണ്ടാകേണ്ടത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ അഭിമാനത്തെ കുറിച്ചാണ്. ആത്മാഭിമാനം എന്ന് പറയുന്ന, അന്തസ് എന്ന് പറയുന്ന, ഇസ്സത്ത് എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് എനിക്ക് ഒരല്പസമയം നിങ്ങളോട് സംസാരിക്കാനുള്ളത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ 35-ാമത്തെ അധ്യായം സൂറത്ത് ഫാത്തിറിൽ 10-ാമത്തെ ആയത്തിൽ കാണാം, മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ. നിങ്ങൾ എന്തിലാണ് അന്തസ്സ് തേടേണ്ടത്? എന്തുകൊണ്ടാണ് അഭിമാനമുണ്ടാകും എന്ന് നമ്മൾ കരുതേണ്ടത്? എന്റെ തറവാട് കൊണ്ട്, ഞാൻ ഇന്ന കുടുംബത്തിലാണ്, എന്റെ ബാപ്പ, എന്റെ വല്യപ്പ ഇന്നയാളാണ്, എന്റെ വിലാസം ഇന്നതാണ്, അതുകൊണ്ട് നാട്ടിൽ ഒരു അന്തസ്സുണ്ടാകും എന്ന് കരുതുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വലിയ വലിയ തറവാടിന്റെ പാരമ്പര്യം കൊണ്ടും മഹിമ കൊണ്ടും ജീവിതത്തിൽ, നാട്ടിൽ, സമൂഹത്തിൽ, പൊതുജനങ്ങൾക്കിടയിൽ അന്തസ്സുണ്ടാകും എന്ന് കരുതുന്നവർ മനുഷ്യർക്കിടയിലുണ്ട്. നമുക്ക് സമ്പത്തുണ്ടായാൽ സമ്പത്തിലൂടെ അന്തസ്സുണ്ടാകും, ഒരു അഭിമാനം ഉണ്ടാകും, ആളുകൾക്കിടയിൽ ഒരു അംഗീകാരം ഉണ്ടാകും എന്ന് കരുതുന്നവർ മനുഷ്യർക്കിടയിലുണ്ട്. പദവികളിലൂടെ, സ്ഥാനമാനങ്ങളിലൂടെ അന്തസ്സുണ്ടാകും, ഒരു ഉന്നതമായ രീതിയിൽ ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് കരുതുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു പറഞ്ഞു, മൻ കാന യുരീദുൽ ഇസ്സത. നിങ്ങൾ ആരെങ്കിലും സത്യസന്ധമായിട്ട് ജീവിതത്തിൽ ഇസ്സത്ത് ഉണ്ടാകണം, ഒരു അഭിമാനം ഉണ്ടാകണം, അന്തസ്സുണ്ടാകണം, അന്തസ്സുള്ള കുടുംബമായി മാറണം, എന്റെ മക്കൾക്ക് അന്തസ്സുണ്ടാകണം, എന്റെ വീടിന് ഒരു അന്തസ്സുണ്ടാകണം, എനിക്ക് സമൂഹത്തിൽ ഒരു ഇസ്സത്ത് ഉണ്ടാകണം, എന്റെ സമുദായത്തിന് ഒരു ഇസ്സത്ത് ഉണ്ടാകണം, ഒരു അന്തസ്സുണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മൻ കാന യുരീദുൽ ഇസ്സ ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ. ഇസ്സത്ത് എന്ന് പറയുന്നത്, അന്തസ് എന്ന് പറയുന്നത്, അതിന്റെ പൂർണ്ണമായ കൈവശാധികാരമുള്ളത് അള്ളാഹുവിനാണ്. അതുകൊണ്ട് നിങ്ങൾ ഇസ്സത്ത് തേടുന്നുണ്ടെങ്കിൽ, അന്തസ് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്കോ, നിങ്ങളുടെ മക്കൾക്കോ, നിങ്ങളുടെ വീടിനോ, നിങ്ങളുടെ കുടുംബത്തിനോ, നിങ്ങളുടെ സമുദായത്തിനോ അന്തസ്സുണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബന്ധമുണ്ടാകേണ്ടത് അള്ളാഹുവിനോടാണ്. നിങ്ങളത് ചോദിക്കേണ്ടത് അള്ളാഹുവിൽ നിന്നാണ്. നിങ്ങളത് പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുവിൽ നിന്നാണ്. അത് തരാൻ ലോകത്ത് കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടാകേണ്ടത്, അന്തസ്സോടുകൂടെ എനിക്ക് ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വിശ്വാസിക്ക് അന്തസ്സുണ്ടാകാൻ, ഇസ്സത്തുണ്ടാകാൻ ബന്ധമുണ്ടാകേണ്ടത് പടച്ച റബ്ബിനോടാണ്, പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിനോടാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികൾക്ക് ഇസ്സത്തുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. പരിശുദ്ധ ഖുർആനിൽ 63-ാമത്തെ അധ്യായം സൂറത്ത് മുനാഫിഖൂനിൽ 8-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വലില്ലാഹിൽ ഇസ്സ വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. യഥാർത്ഥത്തിലുള്ള അന്തസ്സുള്ളത് അള്ളാഹുവിനാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്, മുഅ്മിനീങ്ങൾക്കാണ്. സത്യവിശ്വാസികൾ
പരിശുദ്ധ ഖുർആനിന്റെ വീക്ഷണത്തിൽ സത്യവിശ്വാസികൾ അന്തസ്സുള്ളവരാണ്, ഇസ്സത്തുള്ളവരാണ് സത്യവിശ്വാസികൾ. നമുക്ക് എവിടെയെങ്കിലും ഇസ്സത്ത് നഷ്ടപ്പെടുന്നുവെന്ന്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സന്ദർഭത്തിൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഇസ്സത്ത് നഷ്ടപ്പെടുന്നുവെന്ന്, എൻ്റെ അന്തസ് നഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഈമാനിലേക്കാണ്, നമ്മുടെ വിശ്വാസത്തിലേക്കാണ്. കാരണം അള്ളാഹുവിന് ഇസ്സത്തുണ്ട് എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആൻ പിന്നീട് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന് ഇസ്സത്തുണ്ട് എന്നാണ്. അള്ളാഹുവിന് ഇസ്സത്തുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകനും പ്രതാപമുണ്ട്, സത്യവിശ്വാസികൾക്കും അന്തസ്സുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ. ഇത് മൂന്നും ചേർത്തിയാണ് അള്ളാഹുവിനെ പറഞ്ഞ് ഉടനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ് അതിന് തൊട്ടടുത്ത് സത്യവിശ്വാസികളെ മുഴുവൻ, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളെയും പരാമർശിച്ചുകൊണ്ടാണ് അന്തസ്സിനെ കുറിച്ച്, ഇസ്സത്തിനെ കുറിച്ച് വലില്ലാഹിൽ ഇസ്സ വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കും അള്ളാഹുവിന്റെ ദൂതനും അള്ളാഹുവിനുമാണ് യഥാർത്ഥത്തിൽ അന്തസ്സുള്ളത്, ഇസ്സത്തുള്ളത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുനാഫിഖൂനിൽ 63-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട്, ഒരു ചരിത്ര സന്ദർഭമുണ്ട്. ബനൂ മുസ്തലക്ക് യുദ്ധം കഴിഞ്ഞപ്പോ, ബനൂ മുസ്തലക്ക് യുദ്ധം എന്ന് പറയുന്നത് ബനൂ മുസ്തലക്ക് ഗോത്രവുമായി മദീനയിലെ വിശ്വാസികൾ തമ്മിൽ നടന്ന ഒരു സായുധ പോരാട്ടമാണ്. ബനൂ മുസ്തലക്ക് എന്ന് പറയുന്നത് മക്കയിലെ ഖുറൈശികളോട് വലിയ അടുപ്പവും ബന്ധവും ഉണ്ടായിരുന്ന ഒരു ഗോത്രമാണ്. ആ ബനൂ മുസ്തലക്കുകാർ വിശ്വാസികൾക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുന്നു. വിശ്വാസികൾക്കെതിരെ, മദീനയിലെ മുസ്ലിങ്ങൾക്കെതിരെ ബനൂ മുസ്തലക്ക് യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുന്നത് മക്കയിലെ ഖുറൈശികളെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ്. ആ യുദ്ധത്തെക്കുറിച്ചുള്ള വിവരമറിഞ്ഞപ്പോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനൂ മുസ്തലക്കിന്റെ നേരെ ഒരു സൈന്യത്തെ അയച്ചു. ബനൂ മുസ്തലക്കും ആ ഗോത്രവും വിശ്വാസികളും തമ്മിൽ, മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി മുസ്ലിങ്ങളുടെ അറ്റാക്ക് ഉണ്ടായപ്പോ ബനൂ മുസ്തലക്ക് പരാജയപ്പെടുകയും 100 കണക്കിന് ബനൂ മുസ്തലക്ക് ഗോത്രത്തിൽപ്പെട്ട ആളുകൾ വിശ്വാസികളുടെ കൈകളിൽ, മുസ്ലിങ്ങളുടെ കൈകളിൽ അടിമകളായി പിടിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഹാരിസ് ബിൻ അബീ ദിറാർ എന്ന ഒരാളാണ് ബനൂ മുസ്തലക്കിന്റെ ഗോത്രത്തിന്റെ തലവെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മകൾ ഈ പിടിക്കപ്പെട്ട ബനൂ മുസ്തലക്കിലെ അടിമകളുടെ കൂട്ടത്തിൽ ഹാരിസ് ബിൻ അബീ ദിറാറിന്റെ മകളുണ്ടായിരുന്നു. ഹാരിസ് ബിൻ അബീ ദിറാറിന്റെ മകൾ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹത്തിനുള്ള വിഹിതത്തിലാണ് ഹാരിസ് ബിൻ അബീ ദിറാറിന്റെ ഗോത്രത്തലവന്റെ മകൾ ഉൾപ്പെട്ടത്. അപ്പൊ അവർ ഒരടിമ എന്നുള്ള നിലക്ക് മുക്കാത്തബ് എഴുതിയിട്ട് മോചനദ്രവ്യം നൽകി, ഒരു കരാർ എഴുതി മോചനദ്രവ്യം നൽകി, അടിമയാണല്ലോ, സ്വയം മോചിതയാകാൻ അവർ തീരുമാനിച്ചു. അവർ ഗോത്ര നേതാവിന്റെ മകൾ എന്നുള്ള നിലക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. സഹായിക്കണം, സാമ്പത്തികമായി സഹായിക്കണം. സാബിത്ത് ഇബ്നു ഖൈസിന് പണം കൊടുത്തിട്ട് മോചന കരാർ എഴുതി അടിമത്തത്തിൽ നിന്ന് മോചനം നേടാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പൂർണ്ണമായും ഏറ്റെടുക്കാനുള്ള തീരുമാനം ഉണ്ടാവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആവശ്യമായ മോചനദ്രവ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകാമെന്നും അവരെ വിവാഹം കഴിക്കാമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വാഗ്ദാനം ചെയ്തു. അള്ളാഹുവിന്റെ പ്രവാചകൻ വിവാഹം കഴിക്കുക, സന്തോഷത്തോടു കൂടെയാണ് അവരത് ഏറ്റെടുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിവാഹം ചെയ്തു. അവരാണ് ജുവൈരിയ റളിയല്ലാഹു അൻഹ. ഹാരിസ് ബിൻ അബീ ദിറാർ എന്ന് പറയുന്ന ബനൂ മുസ്തലക്ക് ഗോത്രത്തിന്റെ നേതാവിന്റെ മകളാണ് ജുവൈരിയ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിവാഹം കഴിച്ചു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായി എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ മാതാവായി എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ
വിശ്വാസികളുടെ ഉമ്മയായ ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ കൂടെയുള്ള കുടുംബത്തിൽപ്പെട്ട ആ ഗോത്രത്തിൽപ്പെട്ട ഒരാളെയും ഞങ്ങളാരും അടിമകളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിശ്വാസികളായ മുസ്ലിങ്ങളായ സ്വഹാബത്ത് മുഴുവൻ അവരുടെ കീഴിലുണ്ടായിരുന്ന 100 കണക്കിന് അടിമകളെ ബനൂ മുസ്തലിഖ് ഗോത്രത്തിൽ നിന്ന് പിടിക്കപ്പെട്ട ആളുകളെയൊക്കെ വെറുതെ വിടുന്ന ഒരു സാഹചര്യമാണ് ആ സംഭവത്തിൽ ഉണ്ടാകുന്നത്. ഇതില് ഈ ആയത്തിറങ്ങാനുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഈ യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ 2 ആളുകൾ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടായി. മുറൈസിയ എന്ന് പറയുന്ന ഒരു കിണറിന് സമീപത്ത് വെച്ചിട്ടാണ് ബനൂ മുസ്തലിഖ് യുദ്ധം നടക്കുന്നത്. അപ്പൊ ആ മുറൈസി കിണറിൽ നിന്ന് വെള്ളമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ജർജാഹ് എന്ന് പറയുന്ന ഒരു സ്വഹാബിയും അൻസാരികളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു സിനാൻ എന്ന് പറയുന്ന ഒരു സ്വഹാബിയും തമ്മിൽ റളിയല്ലാഹു അൻഹുമ അവർ തമ്മിലാണ് കലഹം ഉണ്ടായത്. ആ കലഹം ഉണ്ടായ സമയത്ത് ജർജാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹാജിറുകളെ എന്നെ സഹായിക്കാൻ ഓടി വരുവീൻ എന്ന് പറഞ്ഞു. സിനാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻസാറുകളെ എന്നെ സഹായിക്കാൻ ഓടി വരുവീൻ എന്ന് പറഞ്ഞു. ഇത് മുഹാജിറുകളും അൻസാരികളും തമ്മിലുള്ള ഒരു കലഹത്തിന് കാരണമായേക്കുമോ എന്നുള്ള രൂപത്തിലേക്ക് ആ പ്രശ്നം ഇങ്ങനെ മാറുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടേക്ക് കയറി ചെല്ലുകയും നിങ്ങളുടെ ഒന്നും മനസ്സുകളിൽ നിന്ന് ഇപ്പോഴും ജാഹിലിയത്ത് വിട്ടുപോയിട്ടില്ലയോ എന്ന് വളരെ ദേഷ്യത്തോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയും ആ 2 സ്വഹാബികളെയും വിളിച്ചിരുത്തി സംസാരിക്കുകയും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പരിഹരിക്കുകയും ചെയ്തു. പക്ഷേ ബനൂ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ മദീനയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അബ്ദുല്ലാഹിബിന് ഉബയ്യിബ്നു സുലൂൽ നമ്മൾ പലപ്പോഴും ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്. നിഫാഖ് ഉണ്ടായിരുന്ന കപട വിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ട അബ്ദുല്ലാഹിബിന് ഉബയ്യിബ്നു സുലൂൽ അദ്ദേഹം പറഞ്ഞു, അന്തസ്സുള്ളവർ നമ്മളാണ്. ഈ വാക്കാണ് പരിശുദ്ധ ഖുർആൻ എടുത്ത് ഉപയോഗിക്കുന്നത്. അബ്ദുല്ലാഹിബിന് ഉബയ്യിബ്നു സുലൂൽ പറയാണ്, അന്തസ്സുള്ളവർ നമ്മളാണ്, മദീനക്കാരാണ്. മദീനയിലേക്ക് കടന്നു വന്നവർ അവർ നമ്മളെ അടക്കി ഭരിക്കാൻ ശ്രമിക്കുകയാണോ? ഒപ്പുള്ള തന്റെ കൂടെയുള്ള കുറച്ച് ആളുകളോട് അദ്ദേഹം പറയാണ്, മദീനയിലേക്ക് കടന്നു വന്നവർ മുഹാജിറുകൾ അവർ നമ്മളെ അടക്കി ഭരിക്കാൻ അവർ ശ്രമിക്കുകയാണോ? നമ്മൾ ആരാണ് എന്നവർക്ക് കാണിച്ചു കൊടുക്കണം. നമ്മുടെ ശക്തി എന്താണ് എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അവർ വന്നു കയറിയവരാണ്, അവർ നമ്മളെ അടക്കി ഭരിക്കേണ്ടതില്ല എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ മദീനയിൽ തിരിച്ചെത്തിയാൽ നമ്മുടെ ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത് വളരെ നിന്ദ്യന്മാരാക്കി മദീനയിലേക്ക് വന്ന മുഹാജിറുകളെ മദീനയിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. ഇതാരാണ് പറയുന്നത്? അബ്ദുല്ലാഹിബിന് ഉബയ്യിബ്നു സുലൂൽ എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട എന്നാൽ വിശ്വാസികളോടൊപ്പമുള്ള ഒരാൾ. അദ്ദേഹം ഇങ്ങനെ പറയാൻ, അദ്ദേഹം ഇത് പറയുന്നത് ഒരു ചെറിയ കുട്ടി കേൾക്കുകയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ആ കുട്ടി ഓടിപ്പോയിട്ട് ഇങ്ങനെ അബ്ദുല്ലാഹിബിൻ ഉബയ്യിബ്നു സുലൂൽ പറയുന്നത് ഞാൻ കേട്ടു എന്ന് ആ കുട്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കുകയും ചെയ്യാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബിൻ ഉബയ്യിബ്നു സുലൂലിനെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനെ നിഷേധിച്ചു. കള്ളസത്യം ചെയ്ത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. ആ സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഈ ആയത്ത്, സൂറത്ത് മുനാഫിഖൂനിലെ ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. യഥാർത്ഥത്തിൽ ഇസ്സത്തുള്ളത്, പ്രതാപമുള്ളത്, അന്തസ്സുള്ളത് അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും വിശ്വാസികൾക്കുമാണ് എന്ന് പറയുന്ന ഈ ആയത്ത് ഈ ചരിത്ര സന്ദർഭവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ടതാണ്. അബ്ദുല്ലാഹിബിൻ ഉബയ്യിബ്നു സുലൂൽ സത്യവിശ്വാസികൾക്കിടയിൽ വിള്ളലുണ്ടാക്കാനും വിശ്വാസികളെ തമ്മിൽ പരസ്പരം 2 ചേരിയാക്കാനും പരസ്പരം ശത്രുക്കളാക്കാനുമാണ് ശ്രമിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളെയും അൻസാരികളെയും പരസ്പര സഹോദരങ്ങളെ പോലെ
രക്തബന്ധുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സാഹോദര്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഒരുമയോടുകൂടെ വിശ്വാസികൾ മുന്നോട്ട് പോകുമ്പോഴാണ് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ ഈ ഇടപെടൽ ഉണ്ടായത്. പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഈ രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ തന്നെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ വിട്ടുപോകുന്ന മറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആയിഷ റളിയല്ലാഹുവിന് ഒട്ടപ്പുറത്തുണ്ട് എന്ന ധാരണയിൽ ആളുകൾ സ്വഹാബികൾ നീങ്ങിപ്പോവുകയും അവരെ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്ന സന്ദർഭവും ഈ ബനൂ മുസ്തലഖ് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂലാണ് ആയിഷ ബീവിയെ കുറിച്ച് മദീനയിൽ അപവാദം പറഞ്ഞു തുടങ്ങുന്നത്, അതിന്റെ ആരംഭം കുറിക്കുന്നത്. ആ സ്വഹാബിയോട് ചേർത്തി ആയിഷ ബീവി തെറ്റ് ചെയ്തു എന്നുള്ള രൂപത്തിൽ, ഹറാമിൽ പെട്ടു എന്നുള്ള രൂപത്തിൽ ആയിഷ ബീവിയെ കുറിച്ചുള്ള അപവാദങ്ങൾ മദീനയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതും അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂലാണ്. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂലിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശത്രുത ഉണ്ടാകുന്നതിന് ചില കാരണങ്ങളുണ്ട്. മദീനയിൽ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെ മദീനക്കാരുടെ മുഴുവൻ ഗോത്രങ്ങളുടെ മുഴുവൻ നേതാവായി രാജാവായി വാഴിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനം ഉണ്ടായ സന്ദർഭത്തിലാണ് മക്കയിൽ വിശ്വാസവും വിശ്വാസികളും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രബോധന പ്രവർത്തനങ്ങളും മദീനയിൽ നിന്ന് കുറെ ആളുകൾ മക്കയിലേക്ക് വരികയും ഇസ്ലാം സ്വീകരിക്കുകയും വിശ്വാസികളായി തിരിച്ചു പോവുകയും അവർ വീണ്ടും മക്കത്ത് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹുദൈബിയയിൽ വന്ന് സന്ധി ചെയ്ത് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഒരു ഭരണാധികാരിയാകാൻ, രാജാവാകാൻ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി. ചരിത്രത്തിൽ നമ്മൾ വായിക്കുക, അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ രാജാവായി വാഴിക്കപ്പെടുന്ന ദിവസം തന്റെ തലയിൽ അണിയേണ്ടുന്ന കിരീടം വാങ്ങി മാർക്കറ്റിൽ നിന്ന് അത് വാങ്ങി വെച്ചിരുന്നു. അങ്ങനെയുള്ള ഒരുക്കം നടത്തിയ സന്ദർഭത്തിലാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളുടെ പ്രവാചകനായി മദീനയ്ക്ക് കടന്നു വരുന്നതും മദീന മുഴുവൻ, യസ്രിബ് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിൽക്കുന്നതും മദീനത്തുൻ നബി എന്ന പേരിൽ നാടിന്റെ പേര് തന്നെ മാറുന്നതും ആളുകൾ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേതാവായി തെരഞ്ഞെടുക്കുന്നതും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ഇതാണ് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മനുഷ്യന്റെ ഇസ്ലാമിനോടുള്ള, മുസ്ലിങ്ങളോടുള്ള, മുഹമ്മദ് നബിയോടുള്ള ശത്രുതയുടെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉപദ്രവങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് വിശ്വാസികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഈ ശ്രമം എന്ന് പറയുന്നത്. ആയിഷ ബീവിക്കെതിരെ ഉണ്ടായ അപവാദ പ്രചരണം എന്ന് പറയുന്നത്. ഉഹുദ് യുദ്ധത്തിലേക്ക് പുറപ്പെട്ടിട്ട് 300ഓളം ആളുകൾ വഴിക്ക് വെച്ച് മടങ്ങിപ്പോയ ഒരു ചരിത്രം നമ്മൾ വായിക്കാറുണ്ട്. അതിനും നേതൃത്വം നൽകിയതും ആ ആളുകളെ സ്വാധീനിച്ചതും മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകാം എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂലാണ്. ഞാൻ സൂചിപ്പിച്ചത് ആ കപട വിശ്വാസിയുടെ ഒരു വാക്കാണ് എടുത്തുദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ വലില്ലാഹിൽ ഇസ്സ വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസിയുടെ പ്രതാപം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് അവകാശപ്പെട്ടതാണ്, ഈമാനുള്ളവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഒരു നാട്ടിൽ അന്തസ്സോടുകൂടെ ജീവിക്കേണ്ടവരാണ്, അഭിമാനത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ്. എന്താണ് അന്തസ്സോടുകൂടെ ജീവിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എല്ലാ വിശ്വാസിയും എല്ലാ മുസ്ലിമും ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും എണ്ണപ്പെട്ട പണക്കാരായി മുസ്ലിങ്ങളൊക്കെ മാറുന്നതിനെയാണോ അന്തസ്സുള്ള മുസ്ലിം ജീവിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എല്ലാ മുസ്ലിങ്ങളും ഒരു നാട്ടിൽ അധികാരങ്ങളുള്ളവരും പദവികളുള്ളവരുമായി ഉയർത്തപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യുന്നതിനെ പറ്റിയാണോ അന്തസ്സുള്ള മുസ്ലിം ജീവിതം എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്? എല്ലാ മുസ്ലിങ്ങൾക്കും എല്ലാ തരത്തിലുള്ള സ്വാധീനങ്ങളും അധികാരങ്ങളും ഉണ്ടായി അവരെ കാണുമ്പോൾ മറ്റുള്ളവരൊക്കെ ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനെയാണോ അന്തസ്സുള്ള ജീവിതം എന്ന് പറയുന്നത്? പണമാണ് അന്തസ്സെങ്കിൽ ആ അന്തസ് നീങ്ങിപ്പോകുന്ന ഒരു കാലം വരും. വലിയ സമ്പന്നർ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അതിസമ്പന്നരായ ആളുകൾ, വലിയ വലിയ സമ്പന്നന്മാർ, പിന്നീടൊരു കാലം വരുമ്പോ ദാരിദ്ര്യത്തിൽ അകപ്പെട്ട് വലിയ കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ചരിത്രത്തിൽ ഞാനും നിങ്ങൾ കണ്ടിട്ടുണ്ട്.
വലിയ വലിയ സ്വാധീനങ്ങൾ ഉണ്ടായ, വലിയ വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടായ ആളുകൾ 4 ദിവസം കഴിയുമ്പോൾ ആളുകളാൽ കല്ലെറിയപ്പെടുന്ന, നിന്ദ്യരായി മാറുന്ന കാഴ്ചകൾ ഞാനും നിങ്ങളും സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അന്തസ് എന്ന് പറയുന്നത് ഒരു ദിവസം ഉണ്ടാവുകയും മറ്റൊരു സുപ്രഭാതത്തിൽ സമ്പത്ത് നീങ്ങിപ്പോകാനുള്ള അധികാരങ്ങളോ പദവികളോ നഷ്ടപ്പെട്ടാൽ അതോടുകൂടെ ഇല്ലാതായി തീരാനുള്ള ഒന്നിനെ പറ്റിയല്ല അന്തസ് എന്ന് പറയുന്നത്. ഇസ്ലാം വിശ്വാസികൾക്ക് അന്തസ്സുണ്ടെന്ന് പറയുമ്പോൾ വിശ്വാസിക്ക് പണം ഉണ്ടാകണം എന്ന് നിബന്ധന വെച്ചിട്ടില്ല. വിശ്വാസികൾക്കാണ് അന്തസ് എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാകണം എന്ന് പരിശുദ്ധ ഖുർആൻ അവിടെ നിബന്ധന വെച്ചിട്ടില്ല. ഞാൻ മുസ്ലിം ഉമ്മത്തിന്റെ ഭാഗമാണ്, ഞാനൊരു മുഅ്മിനാണ്, ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു വിശ്വാസിനിയാണ്. എത്ര വൈകാരികമായിട്ടാണ് നമ്മൾ ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ വിശ്വാസത്തെ സാക്ഷ്യപ്പെടുത്തുക. ആരെങ്കിലും എന്റെ നേരെ ചൂണ്ടിയിട്ട് എന്റെ ഈമാനിനെ ചോദ്യം ചെയ്താൽ, എന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്താൽ അതെത്ര വൈകാരികമായിട്ടാണ് ഞാൻ അതിനെ പ്രതിരോധിക്കുക. നമ്മളോടൊരാൾ നീ യഥാർത്ഥത്തിലുള്ള വിശ്വാസിയല്ല എന്നൊരാൾ പറഞ്ഞാൽ, നിന്റെ ഈമാൻ ശരിയല്ല എന്നാരെങ്കിലും നമ്മളെ ചൂണ്ടി സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് എത്രമാത്രം വലിയ പ്രയാസമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കുക. സഹോദരങ്ങളെ, ഇസ്സത്ത്, അഭിമാനം എന്ന് പറയുന്നത് വിശ്വാസികൾക്കുള്ളതാണെങ്കിൽ, നമുക്ക് യഥാർത്ഥ ഈമാൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ അന്തസ്സോടുകൂടെ ജീവിക്കേണ്ടവരാണ്. നമുക്ക് ഓരോ വ്യക്തിക്കും അന്തസ്സുണ്ടാകണം, നമ്മുടെ വീടുകൾക്ക് അന്തസ്സുണ്ടാകണം, നമ്മുടെ കുടുംബങ്ങൾക്ക് നല്ല ഇസ്സത്തുണ്ടാകണം, നമ്മുടെ സമുദായത്തിന് നല്ല ഇസ്സത്തുണ്ടാകണം. ആ ഇസ്സത്ത് ലഭ്യമാകണം എന്നുണ്ടെങ്കിൽ എന്തിൽ നിന്നാണോ ഇസ്സത്തുണ്ടാവുക, ആ ഇസ്സത്തിലേക്ക്, യഥാർത്ഥത്തിലുള്ള ഇസ്സത്തിന്റെ കാരണം മനസ്സിലാക്കിയിട്ട് അതിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സഹായിയോടൊപ്പമാണ് ബൈത്തുൽ മുഖദ്ദസ്, ഖുദ്സ് മുസ്ലിങ്ങൾക്ക് കീഴടങ്ങിയപ്പോൾ AD 627 മുസ്ലിങ്ങൾക്ക്, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്ത് ഖുദ്സ് മുസ്ലിങ്ങൾക്ക് കീഴടങ്ങിയപ്പോൾ അവിടെ ഖുദ്സിന്റെ ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോല് വാങ്ങുന്നതിന് വേണ്ടി അവിടുത്തെ ക്രൈസ്തവ പുരോഹിതന്മാരുടെയും റോമൻ ബൈസന്റിയൻ സാമ്രാജ്യത്തിന്റെ നേതാക്കന്മാരുടെയും മുമ്പിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഫലസ്തീനിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. ഒരൊട്ടകപ്പുറത്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്തത്. ഉമർ റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഒരു സഹായി ഉണ്ടായിരുന്നു. അപ്പൊ ഊഴം വെച്ചാണ് ഒട്ടകപ്പുറത്ത് അവരിങ്ങനെ യാത്ര ചെയ്തത്. നിശ്ചിത സമയം ഉമർ ഇബ്നുൽ ഖത്താബ് ഒട്ടകപ്പുറത്തിരിക്കും. ആ സമയം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഭൃത്യനായ സഹായിയായ മനുഷ്യൻ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് മുമ്പിൽ നടക്കും. ആ സമയം കഴിയുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു താഴെ ഇറങ്ങും. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭൃത്യനെ ഒട്ടകപ്പുറത്ത് കയറ്റിയിരുത്തും. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് ഒട്ടകത്തിന്റെ കയറും പിടിച്ച് മുന്നിൽ ഇങ്ങനെ നടക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് ഖുദ്സിന്റെ അടുത്തെത്തി ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭൃത്യനായിരുന്നു, ആ ഭൃത്യന്റെ ഊഴമായിരുന്നു ആ സമയത്ത്. ഖുദ്സിന്റെ അകത്തേക്ക് തങ്ങളെ കാത്തു നിൽക്കുന്ന റോമൻ ബൈസന്റിയൻ നേതാക്കന്മാരുടെ മുമ്പിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കയറി ചെല്ലുന്നത് ഭൃത്യനെ ഒട്ടകപ്പുറത്തിരുത്തിയിട്ട് ഒട്ടകത്തിന്റെ കയറും പിടിച്ച് നടന്നിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടേക്ക് ഇങ്ങനെ കയറി ചെല്ലുന്നത്. അവിടുത്തെ അന്നത്തെ ഖലീഫ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഓടി വന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചെവിയിൽ മന്ത്രിച്ചു. 2 കാര്യങ്ങളാണ് അബൂ ഉബൈദ റളിയല്ലാഹുവിന് ഇഷ്ടപ്പെടാതിരുന്നത്. റോമൻ ബൈസന്റിയൻ നേതൃത്വം, അവിടുത്തെ നേതാക്കന്മാര്, അവിടുത്തെ ഭരണാധികാരികള്, അവിടുത്തെ വലിയ വലിയ പുരോഹിതന്മാര് എന്നൊക്കെ പറഞ്ഞാൽ ആടയാഭരണങ്ങളോടുകൂടെ ഒരു വലിയ സംഘം പരിവാരത്തോടൊപ്പമാണ് ഒരു വലിയ ചടങ്ങിനു വേണ്ടി മദീനയുടെ ഭരണാധികാരിയെ കാത്തു നിൽക്കുന്നത്. അപ്പോഴാണ് ഒരാളെ ഒട്ടകപ്പുറത്തിരുത്തിയിട്ട് ഒട്ടകത്തിന്റെ കയറും പിടിച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് അവിടേക്ക് ഇങ്ങനെ കയറി വരുന്നത്. അബൂ ഉബൈദ ഓടി വന്നിട്ട് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചെവിയിൽ പറയാണ്, എനിക്കും നിങ്ങൾക്കൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ വാഹനാണ് നമുക്ക് അന്തസ് ഉണ്ടാക്കി തരുന്നത്. നമ്മൾ പോയി ഇന്ന വണ്ടിയിൽ നിന്ന് ഞാനാണ് പോയി ഇറങ്ങുമ്പോൾ എനിക്കൊരു അന്തസ് ഉണ്ടാകുന്ന ഒരു ധാരണ നമുക്ക് ഓരോരുത്തർക്കുണ്ട്. എന്റെ കുപ്പായം കാണുമ്പോ എന്റെ അന്തസ് നിങ്ങൾ അളക്കും, നിങ്ങളുടെ അന്തസ് ഞാൻ അളക്കും എന്നൊരു ധാരണ
നമ്മൾ പരസ്പരം വെച്ചു പുലർത്തുന്നുണ്ട്. ഒരു കോട്ടന്റെ കുപ്പായിട്ടിട്ട് ഒരു ചുളിഞ്ഞ കുപ്പായം ധരിച്ച് ഞാൻ ഇറങ്ങിപ്പോയാൽ, ഞാൻ അവിടേക്ക് കയറി ചെന്നാൽ ഒരു അന്തസ്സില്ലാത്തവനാണ് എന്ന് ആളുകൾ കരുതും, ഒരു മാന്യതയില്ലാത്തവനാണ് എന്ന് ആളുകൾ കരുതും എന്നൊരു ധാരണ നമ്മുടെയൊക്കെ മനസ്സുകളെ പിടികൂടിയിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ചെവിയിൽ പോയിട്ട് ഒന്ന് ഇങ്ങനെ വൃത്യനെ ഒട്ടകപ്പുറത്തിരുത്തി വന്നത്, അതിലുള്ളൊരു വിഷമാണ് അറിയിക്കുന്നത്. രണ്ടാമത് പറഞ്ഞത് പാച്ചഡ് ആണ്. ഉമർ ഇബ്നു ഖത്താബിന്റെ കുപ്പായം തുന്നിക്കീറി അത് ആ ഒരു രൂപത്തിലുള്ള കുപ്പായിട്ടിട്ടാണ് ഉമർ ഇബ്നു ഖത്താബ് ഇവിടേക്ക് കയറുക. അമീറുൽ മുഅ്മിനീൻ, അങ്ങേക്ക് മറ്റൊരു കുപ്പായം ധരിക്കാമായിരുന്നില്ല. ഇങ്ങനെ ഒരു ചടങ്ങിന് വരുമ്പോ, മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വരുമ്പോ, അതല്ല ഖൗമിൻ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവോട് പഠിപ്പിക്കാൻ, അബൂ ഉബൈദ, നമ്മൾ നിന്ദ്യരായ ഒരു ജനതയായിരുന്നു, വളരെ താഴ്ന്ന നിലവാരത്തിൽ ജീവിച്ച ഒരു ജനതയായിരുന്നു ഞാനും നീയും ഒക്കെ. മക്കയിലും മദീനയിലുള്ള ഇന്ന് വലിയ പ്രതാപമുള്ള ഈ കാത്തു നിൽക്കുന്ന ആളുകളില്ലേ, ഇവരൊക്കെ നമ്മളെ കാത്തു നിൽക്കാൻ മാത്രം നമുക്ക് പ്രതാപം നൽകിയത്, നിന്ദ്യതയിൽ നിന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ടുവന്നത് എന്താണ് എന്നത് താങ്കൾക്കറിയുമോ? ഇസ്ലാം. നമുക്ക് ഇസ്സത്തുണ്ടായത് കുപ്പായം കൊണ്ടാണ് എന്ന് താങ്കൾ കരുതരുത്. വാഹനത്തിന്റെ മഹത്വം കൊണ്ടാണ് നമുക്ക് അന്തസ്സുണ്ടായത് എന്ന് അബൂ ഉബൈദ താങ്കൾ തെറ്റിദ്ധരിക്കരുത്. നമുക്ക് അന്തസ്സുണ്ടായത് അള്ളാഹു തന്ന ഇസ്സത്താണിത്. അള്ളാഹുവാണ് നമുക്ക് പ്രതാപം തന്നത്. ഈ ആളുകൾ നമ്മളെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു തന്ന അന്തസ് കൊണ്ടാണ്. അള്ളാഹു നമുക്ക് അന്തസ് തന്നത് ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ടാണ് അള്ളാഹു നമുക്ക് അന്തസ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹു ഇസ്സത്ത് തന്ന കാരണത്തെ വിട്ടിട്ട് നമ്മൾ മറ്റെവിടെ ഇസ്സത്ത് തേടിയാലും അള്ളാഹു നമ്മളെ നിന്ദ്യരാക്കും. എന്തുപയോഗിച്ചാണോ റബ്ബ് നമുക്ക് ഇസ്സത്ത് തന്നത്, എന്തൊരു മാർഗത്തിലൂടെയാണോ അള്ളാഹു നമുക്ക് പ്രതാപം തന്നത്, പ്രതാപം തന്ന ആ വഴി വിട്ട്, മാർഗം വിട്ട്, കാരണത്തെ ഒഴിവാക്കിയിട്ട് ഞാനും നീയുമൊക്കെ മറ്റേതെങ്കിലും കാരണങ്ങളെ കൊണ്ട് ഇസ്സത്തുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചാൽ അതല്ലല്ലാ, അള്ളാഹു നമ്മളെ നിന്ദ്യരാക്കി മാറ്റും. അതുകൊണ്ട് നമുക്ക് ഇസ്സത്തുണ്ട്. നമ്മുടെ ഇസ്സത്ത് നമ്മുടെ വസ്ത്രം കൊണ്ടല്ല അബൂ ഉബൈദ. നമ്മുടെ ഇസ്സത്ത് എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിന്റെ മഹത്വം കൊണ്ടല്ല അബൂ ഉബൈദ. നമ്മുടെ ഇസ്സത്ത് എന്ന് പറയുന്നത് നമ്മുടെ ദീന് കൊണ്ടുണ്ടായ ഇസ്സത്താണ്. ഇസ്ലാം കൊണ്ടാണ് നമുക്ക് ഇസ്സത്ത് ഉണ്ടായത്. നമ്മുടെ നാട്, ഈ രാജ്യം മുഴുവൻ, നാട് മുഴുവൻ പല പ്രദേശങ്ങളിലേക്കും അതിർത്തികൾ കടന്നിട്ട് നമുക്ക് സ്വാധീനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അധികാര പരിധികൾ ഇങ്ങനെ വിപുലമാകുന്നുണ്ടെങ്കിൽ, അത് ആ പ്രതാപം ഉണ്ടാകുന്നത്, നമുക്ക് അത്തരത്തിലുള്ള സ്വാധീനം ഉണ്ടാകുന്നത്, ആളുകൾക്കിടയിൽ അംഗീകാരം ഉണ്ടാകുന്നത് ഇസ്ലാം, അള്ളാഹുവിന്റെ ദീൻ നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ടാണ്. ഇസ്ലാം കൊണ്ടല്ലാതെ, ദീന് കൊണ്ടല്ലാതെ പ്രതാപത്തെ പ്രതീക്ഷിക്കുന്ന, ഇസ്സത്ത് തേടുന്ന ഒരു സാഹചര്യം നമുക്ക് എങ്ങനെങ്കിലും ഉണ്ടായാൽ അതൊരിക്കലും അത് ഇസ്സത്തിന്, പ്രതാപത്തിനല്ല ഗുണം ചെയ്യുക. നേരെ മറിച്ച് അത് നമ്മളെ നിന്ദ്യരാക്കി മാറ്റുകയാണ് ചെയ്യുക. സഹോദരങ്ങളെ, സ്വയം നമുക്ക് നമ്മളോട് മതിപ്പ് തോന്നണം. നമുക്ക് നമ്മളോട്, നമ്മൾ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവനവനോട് മതിപ്പ് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമാണ് ഒരു സ്വയം മതിപ്പ് തോന്നുന്ന. അത് അഹങ്കാരമാകണം എന്ന അർത്ഥത്തിലല്ല, ഞാനൊരു സംഭവമാണ് എന്ന് തോന്നണമെന്നല്ല, ഞാൻ ഒരു വലിയ ഒരു കാര്യം, ഞാനാണ് എല്ലാത്തിൻ്റെയും എന്ന് തോന്നണം എന്ന അർത്ഥത്തിലല്ല. പക്ഷേ എനിക്ക് എന്നെ കുറിച്ച് ഓർക്കുമ്പോ, ഞാൻ എന്നെപ്പറ്റി ചിന്തിക്കുമ്പോ, ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ കണക്കെടുക്കുമ്പോ, ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ വിലയിരുത്തുമ്പോ, ഞാൻ എൻ്റെ സ്വഭാവത്തെ ഞാൻ പരിശോധിക്കുമ്പോ, ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ സ്വയം ഒന്ന് അതിനെ വിലയിരുത്തുമ്പോ, എനിക്ക് എന്നോട്, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് എന്നോട് മതിപ്പ് തോന്നണം. ഒരു സെൽഫ് വർത്ത് എന്ന് നമ്മൾ പറയും, ഒരു സ്വയം മൂല്യം തോന്നുന്ന, എനിക്ക് എന്നോട് തന്നെ ഒരു മതിപ്പ് തോന്നുന്ന ഒരു അവസ്ഥ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. മറ്റുള്ളവരല്ല എന്റെ സമ്പത്ത് കണ്ടിട്ട് മറ്റുള്ളവർ എന്നെ ഒരു പക്ഷേ ആദരിച്ചേക്കും.
എന്റെ സ്ഥാനമാനങ്ങൾ കൊണ്ട് മറ്റുള്ളവർ എന്നെ ബഹുമാനിച്ചേക്കും. പക്ഷേ എനിക്കെന്നോട് ആദരവില്ലെങ്കിൽ, എനിക്കെന്നോട് ബഹുമാനമില്ലെങ്കിൽ ലോകത്ത് ആരൊക്കെ എന്നെ ആദരിച്ചിട്ട് എന്താണ് കാര്യം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. എല്ലാരും നമ്മളെ ആദരിക്കുന്നു. ലോകത്തുള്ള ആളുകളൊക്കെ നമ്മളെ കാണുമ്പോ, നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളൊക്കെ നമ്മളെ ബഹുമാനിക്കുന്നു, നമ്മളെ ആദരിക്കുന്നു. ആളുകൾക്കിടയിൽ വലിയ സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുന്നു. പക്ഷേ നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് നമ്മളോട്, എല്ലാവരും നമ്മളെ ആദരിക്കുമ്പോഴും നമുക്ക് നമ്മളോടൊരു പുച്ഛം തോന്നും. എനിക്കെന്റെ സ്വഭാവം അറിയാം, എനിക്കെന്റെ വ്യക്തിത്വത്തെ പറ്റി അറിയാം, എനിക്കെന്റെ സ്വകാര്യങ്ങളെ പറ്റി അറിയാം, എനിക്കെന്റെ രഹസ്യങ്ങളെ കുറിച്ച് അറിയാം, എനിക്കെന്റെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളെ കുറിച്ചും വളരെ കൃത്യമായി അറിയാം. നിങ്ങൾക്ക് എന്നോട് സ്നേഹം തോന്നും, നിങ്ങൾക്ക് എന്നോട് ബഹുമാനം തോന്നും, നിങ്ങൾക്ക് എന്നോട് ആദരവ് തോന്നും, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടാകും, നിങ്ങൾ എന്നോട് അടുപ്പം കാണിക്കും, നിങ്ങൾ എന്നോട് വലിയ അഭിമാനത്തോടുകൂടെ നിങ്ങൾ എന്നെ പറ്റി സംസാരിക്കും. പക്ഷേ എനിക്കെന്നെ കുറിച്ച് മതിപ്പില്ലെങ്കിൽ, എന്റെ ജീവിതത്തിലെ എന്റെ സ്വഭാവത്തെക്കുറിച്ചും എന്റെ പെരുമാറ്റത്തെക്കുറിച്ചും എന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും എനിക്ക് സ്വയം എന്നോട് ഒരു മതിപ്പ് തോന്നുന്നില്ലെങ്കിൽ, ഒരിക്കലും അയാൾ ആരൊക്കെ ലോകത്താരൊക്കെ അയാളെ ആദരിച്ചാലും ബഹുമാനിച്ചാലും അതൊന്നും ആസ്വദിക്കാൻ, യഥാർത്ഥ രൂപത്തിൽ അതൊന്നും ഉൾക്കൊള്ളാൻ അയാൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. പരിശുദ്ധ ഖുർആൻ 3 തരത്തിലുള്ള മനസ്സിനെ പറ്റി പറയുന്നുണ്ട്. നഫ്സുൻ അമ്മാറ, നഫ്സുൽ ലവ്വാമ, നഫ്സുൻ മുത്മഇന്ന. വിശ്വാസിക്ക് എല്ലാ മനുഷ്യർക്കുമുള്ള 2 മനസ്സുകളെ കുറിച്ചും, എല്ലാ മനുഷ്യർക്കുമുള്ള 2 തരം മനസ്സുകളെ കുറിച്ചും, വിശ്വാസിക്ക് മാത്രമുള്ള ഒരു മനസ്സിനെ കുറിച്ചുമാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. ഒന്ന് നഫ്സുൻ അമ്മാറത്തുൻ എന്നാണ്. നഫ്സുൻ അമ്മാറ എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സ് തിന്മയിലേക്ക് ചായ്വ് കാണിക്കുന്ന ഒരു മനസ്സാണ്. ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. ഇതാരാണ് പറഞ്ഞതെന്നറിയോ? പരിശുദ്ധ ഖുർആനിലുണ്ട്. 12-ാം അധ്യായത്തിൽ കാണാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമാണ് പറയുന്നത്. ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വലിയ തോതിലുള്ള ഒരു തിന്മക്ക് വേണ്ടി, ഒരു തെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇബ്രാഹിം അലൈഹി ഇസ്ലാം തന്റെ യജമാനന്റെ വീട്ടിൽ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോ അള്ളാഹുവിനോട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയാണ്, റബ്ബിസ്സിജ്നു ഹബ്ബു ഇലയ്യ. അള്ളാഹുവേ, എനിക്ക് ജയിൽ ഇഷ്ടമാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയാണ്, റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ. അള്ളാഹുവേ, എനിക്ക് ജയിൽ ഇഷ്ടമാണ്. എന്നെ ക്ഷണിക്കുന്ന ഈ പ്രവർത്തനം ഉണ്ടല്ലോ, എന്നെ നിർബന്ധിക്കുന്ന ഈ കാര്യമുണ്ടല്ലോ, ഇത് ചെയ്യുന്നതിനേക്കാൾ ഒരു തടവുപുള്ളിയായി ജീവിക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു റബ്ബേ. റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ. എനിക്ക് കാരാഗ്രഹം, ജയിലിൽ കിടക്കുന്നത് ഞാനത് ഇഷ്ടപ്പെടുന്നു അല്ലാഹുവേ എന്ന് പറയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം. എന്നിട്ടാണ് ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ, എന്നെ കാത്തുകൊള്ളണം, എന്നെ സഹായിക്കണം. കാരണം മനസ്സിനൊരു ചായ്വ് ഏതൊരു മനുഷ്യന്റെയും ഒരു പ്രകൃതത്തെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവിടെ പ്രകടിപ്പിക്കുകയാണ്. അവസരങ്ങൾ ഉണ്ടാകുമ്പോ, സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോ, സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോ, സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോ, തെറ്റിലേക്ക്, തിന്മയിലേക്ക് ഏതൊരു മനുഷ്യന്റെയും മനസ്സ് ചാഞ്ഞു പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. മനുഷ്യന്റെ മനസ്സിന് അങ്ങനെ ഒരു പ്രകൃതമുണ്ട്, തിന്മയിലേക്ക്, തെറ്റിലേക്ക് ചായ്വ് കാണിക്കും. അതുകൊണ്ടാണ് ഒറ്റപ്പെടരുത് എന്ന് പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു അന്യ സ്ത്രീയും പുരുഷനും ഒറ്റപ്പെടരുത് എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു അന്യ സ്ത്രീയും പുരുഷനും ഒറ്റപ്പെടരുത് എന്ന് പഠിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സ്വഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തനിച്ചാകരുത് എന്ന് പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്ത്രീയും പുരുഷനും തനിച്ചാകരുത് എന്ന് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ആ സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, ഒരു സ്ത്രീയും പുരുഷനും തനിച്ചാകരുത് എന്ന് പറയുന്നു അങ്ങ്. ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറഅ. ഒരു ഘട്ടത്തിലും ഒരു അന്യ സ്ത്രീയോടൊപ്പം, ഒരു അന്യ പുരുഷനോടൊപ്പം നിങ്ങൾ തനിച്ചാകരുത്. അത് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ഈമാനിനെ സംശയിക്കുന്നത് കൊണ്ടല്ല, നമ്മൾ മനുഷ്യരായത് കൊണ്ടാണ്. ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ.
സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോ, സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോ, അവസരങ്ങൾ ഉണ്ടാകുമ്പോ മനുഷ്യനാണ് തെറ്റിലേക്ക്, തിന്മയിലേക്ക് ചായ്വ് കാണിക്കും. ഇത് യൂസുഫ് നബി അലൈഹി സ്വലാം പറയാൻ, അള്ളാഹു എന്നെ കാത്തുകൊള്ളണം റബ്ബേ, അള്ളാഹു എന്നെ സഹായിക്കണം റബ്ബേ, ജയിലിൽ പോയി കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു റബ്ബേ, എനിക്ക് ജയിലാണ് ഇഷ്ടം നാഥ, കാരണം തെറ്റിലേക്ക് ഞാൻ ഇതാ എന്റെ മനസ്സിന് ചായ്വ് വരുന്നു, എന്നെ സഹായിക്കണേ എന്നൊരു പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമയേക്കാൾ അടുപ്പമുള്ള ഈമാൻ എനിക്കുണ്ട് എന്ന് ഞാനോ നിങ്ങൾ അവകാശപ്പെടോ? യൂസുഫ് നബി അലൈഹി ഇസ്ലാമയേക്കാൾ അടുത്തുള്ള ഈമാനാണ് എന്റെ ഹൃദയത്തിനകത്തുള്ളത് എന്ന് നമ്മൾ അവകാശപ്പെടുമോ? യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയാണ്, ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ, മനുഷ്യന്റെ മനസ്സ് തിന്മയോട് ചായ്വ് കാണിക്കുന്നതാണ്, അതുകൊണ്ട് എന്നെ കാക്കണേ, എന്നെ സഹായിക്കണേ എന്ന് പറയാൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനിച്ചാകരുത്, അന്യ സ്ത്രീ പുരുഷന്മാർ തനിച്ചാകരുത് എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ മൂന്നാമതായി അവിടെ പിശാച് ഉണ്ടാകും, ശൈത്താൻ അവിടെ വരും എന്ന് പറയാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലേ, ഭർത്തൃ കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലോ, ഒരു വീട്ടിൽ നമ്മൾ ഒരുമിച്ച് താമസിക്കുമ്പോ ജ്യേഷ്ഠന്റെ ഭാര്യയും അനുജനും, അനുജന്റെ ഭാര്യയും ജ്യേഷ്ഠനും അങ്ങനെ തനിച്ചാകുന്ന സാഹചര്യം ഉണ്ടായാലോ? അത് നിഷിദ്ധമാണെന്ന് പറയാൻ ദീനിന് കഴിയില്ല. മതത്തിൽ അത് നിഷിദ്ധമാണ് എന്ന് പറയാൻ കഴിയോ? ഒരു വീട്ടിനകത്ത് ജ്യേഷ്ഠന്റെ ഭാര്യയും അനുജനും, അനുജന്റെ ഭാര്യയും ജ്യേഷ്ഠനും തനിച്ചാകേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് മതപരമായി നിഷിദ്ധമാണ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് എന്ന് പറയാൻ ദീനിന് കഴിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ പ്രയോഗിച്ചൊരു പദമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മരണതുല്യമാണത്. റസൂൽ പറയാൻ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് എന്നെയും നിങ്ങളെയും സംശയം ഉണ്ടായതുകൊണ്ടല്ല, ഞാനും നിങ്ങളും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മനുഷ്യരായതുകൊണ്ടാണ്. ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, മനുഷ്യന്റെ മനസ്സിന് തിന്മയോട് ചായ്വുണ്ടാകും. അതാണ് മനുഷ്യന്റെ ഒരു മനസ്സിന്റെ ഒരു പ്രകൃതി എന്ന് പറയുന്നത്. ആ നഫ്സുൻ അമ്മാറ, തിന്മയിലേക്ക് ചായ്വ് കാണിക്കുന്ന ഒരു മനസ്സാണ്. രണ്ടാമത് നഫ്സുൽ ലവ്വാമ, നമ്മളെ കുറ്റപ്പെടുത്തുന്ന മനസ്സാണ്. വിശ്വാസം ഉണ്ടാകുമ്പോ, ഈമാൻ ഉണ്ടാകുമ്പോ വിശ്വാസിയുടെ മനസ്സിനകത്ത് പ്രത്യേകിച്ചും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും. സ്വയം നമ്മളോട് എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് നമ്മുടെ മനസ്സ് ചോദിക്കും, നമ്മളെ ആക്ഷേപിക്കും. നമ്മുടെ മനസ്സ് അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, നീ ഒരു വിശ്വാസിയല്ലേ എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് ചോദിക്കും. നമ്മളിങ്ങനെ പ്പെടുത്തിക്കൊണ്ടിരിക്കും, ആക്ഷേപിച്ചു കൊണ്ടിരിക്കും. നഫ്സുൽ ലവ്വാമ, തീർച്ചയായും മനുഷ്യന്റെ മനസ്സ് ആക്ഷേപിക്കുന്ന മനസ്സാണ്, മനുഷ്യനെ കുറ്റപ്പെടുത്തുന്ന മനസ്സാണ്. ശുദ്ധപ്രകൃതി അള്ളാഹു നമുക്ക് നൽകിയത് നമ്മുടെ മനസ്സിലാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര എന്ന് നമ്മൾ പറയില്ല, ശുദ്ധപ്രകൃതിയോടുകൂടെയാണ് ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെടുന്നത്. ആ ശുദ്ധപ്രകൃതിക്ക് വിരുദ്ധമായൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കും. അതാണ് നഫ്സുൽ ലവ്വാമ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിലുള്ള ശരിയായ, നന്മയായ, ശുദ്ധമായ, ഹലാലായ, അനുവദനീയമായ കാര്യമല്ലാതെ മറ്റൊരു തെറ്റിലേക്ക്, ഒരു തിന്മയിലേക്ക്, ഒരു ഹറാമിലേക്ക്, ഒരു അനാവശ്യത്തിലേക്ക് പോകുമ്പോ മനസ്സ് അവിടെ പ്രതിരോധിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ കടന്ന് പഴയും നമ്മുടെ മനസ്സ് അലോസരപ്പെടും, നമ്മുടെ മനസ്സ് അസ്വസ്ഥതപ്പെടും, നമ്മുടെ മനസ്സ് നമ്മളെ തിരുത്താൻ ശ്രമിക്കും, ശരിയല്ലെന്ന് പറയും, ആക്ഷേപിക്കും. വലിയ ആശയക്കുഴപ്പങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ ഉണ്ടാക്കും. ആ മനസ്സിനെയാണ് നഫ്സുൽ ലവ്വാമ, ആക്ഷേപിക്കുന്ന മനസ്സ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത് ഏത് സന്ദർഭത്തിലും ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത് നഫ്സുൻ മുത്മഇന്ന, ശാന്തമായ ഒരു മനസ്സാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. എപ്പോൾ നമ്മൾ മരിക്കുകയാണെങ്കിലും മലക്കുകൾ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ പറയണം. യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസി മരിക്കുമ്പോൾ, യഥാർത്ഥത്തിലുള്ള ഒരു മുസ്ലിം മരിക്കുമ്പോൾ, മരിക്കുന്ന മുസ്ലിമിന്റെ അടുത്ത് വന്നിട്ട് മലക്കുകൾ പറയും, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന,
ശാന്തമായ മനസ്സിന്റെ ഉടമയാണ് താങ്കൾ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി. കാത്തിരിക്കുകയാണ് റബ്ബ്. അള്ളാഹു താങ്കളെ കാത്തിരിക്കുന്നു, അള്ളാഹു താങ്കളെ പ്രതീക്ഷിച്ചിരിക്കുന്നു, അള്ളാഹു താങ്കളെ സ്വാഗതം ചെയ്യുന്നു. അതിനുവേണ്ടി താങ്കളെ വിളിക്കാൻ നിയോഗിക്കപ്പെട്ട ആളാണ് ഞാൻ. ഇർജി ഇലാ റബ്ബികി റാദിയത്തൻ, വളരെ സംതൃപ്തമായിട്ടാണ് ഈ ദുനിയാവെന്ന് പോകേണ്ടത്. മർദിയത്തൻ, അള്ളാഹുവിന്റെ തൃപ്തി വാങ്ങിയിട്ടാണ് മരണം സംഭവിക്കേണ്ടത്. അങ്ങനെ മരിക്കുന്ന ഒരാളെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്ക്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ എന്ത് അസ്വസ്ഥത കണ്ടാലും, ഏതൊക്കെ രൂപത്തിലുള്ള വേദന അനുഭവിക്കുന്നുണ്ട് മരിക്കുന്ന ആ മനുഷ്യൻ എന്ന് തോന്നിയാലും, മലക്കുകൾ വന്നിരുന്നിട്ട് ആ മനുഷ്യനോട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനം കൊള്ളുന്ന ശാന്തി അടഞ്ഞ ആത്മാവെ, ഇർജിഇ ഇലാ റബ്ബികി, സമാധാനത്തോടുകൂടെ സംതൃപ്തിയോടുകൂടെ ഒരലോസരങ്ങളും അസ്വസ്ഥതകളും ഇല്ലാതെ കാത്തിരിക്കുന്ന റബ്ബിന്റെ അടുക്കലേക്ക് താങ്കൾ പോയിക്കൊള്ളുക. ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ, താങ്കൾക്ക് തൃപ്തി ഉണ്ടാകണം, തൃപ്തിയോടുകൂടെയാണ് താങ്കൾ പോകേണ്ടത്. മർദിയത്തൻ, അള്ളാഹുവിന്റെ എല്ലാ തൃപ്തിയും കരസ്ഥമാക്കിക്കൊണ്ടാണ് താങ്കളുടെ മരണം സംഭവിക്കുന്നത്. റാദിയത്തൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി. താങ്കൾക്ക് മുമ്പ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മരണപ്പെട്ട പ്രവാചകന്മാരുൾപ്പെടെയുള്ള, അമ്പിയാക്കൾ ഉൾപ്പെടെയുള്ള, ഔലിയാക്കൾ ഉൾപ്പെടെയുള്ള മഹാന്മാരായ മഹതികളായ പലരുമുണ്ട്. അവരോടൊപ്പം ഫദ്ഖുലി ഫീ ഇബാദി, അവരുടെ കൂട്ടത്തിലേക്ക് ഞാൻ താങ്കളെയും ഉൾപ്പെടുത്തുകയാണ്. വദ്ഖുലി ജന്നതി, സ്വർഗാവകാശികളുടെ ഗ്രൂപ്പിലേക്ക്, ആ വിഭാഗത്തിലേക്ക് ഞാൻ താങ്കളെയും ചേർക്കുകയാണ്. ഇതാണ് നഫ്സുൻ മുത്മഇന്ന, നഫ്സുൻ അമ്മാറ, നഫ്സുൽ ലവ്വാമ, നഫ്സുൻ മുത്മഇന്ന. ശാന്തമായ ഒരാത്മാവായിട്ടാണ്, ശാന്തമായൊരു മനസ്സായിട്ടാണ്, സംതൃപ്തമായൊരു മനസ്സായിട്ടാണ് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് അങ്ങനെയാണ് മരിക്കാൻ കഴിയേണ്ടത്. അങ്ങനെ മരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അതിനാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, എനിക്ക് എന്നെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോ എനിക്ക് മതിപ്പുണ്ടാകണം എന്ന് ഞാൻ പറയുന്നത്. നമുക്ക് എൻ്റെ മനസ്സ് എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, എൻ്റെ മനസ്സ് എന്നെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ മനസ്സ് തിന്മയിലേക്ക് ചായ്വ് കാണിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ മനസ്സ് എന്നെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ മനസ്സ് എന്റെ മാന്തി ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല, എനിക്ക് സംതൃപ്തി ഉണ്ടാവില്ല, ശാന്തമായി എനിക്ക് മരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഒരു സ്വയം മതിപ്പ് തോന്നുന്ന, ഒരു സെൽഫ് വർത്ത്, ഒരു സ്വയം മതിപ്പ് തോന്നുന്ന ഒരു സാഹചര്യം, അതിൽ നിന്നാണ് നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവുക, നിങ്ങൾക്ക് നിങ്ങളോട് ബഹുമാനം ഉണ്ടാവുക. എനിക്ക് എന്നോട് ബഹുമാനം തോന്നണം, എനിക്ക് എന്നോട് പുച്ഛം തോന്നും, എനിക്ക് എന്നോട് വെറുപ്പ് തോന്നും. കാരണം എൻ്റെ എല്ലാ സ്വകാര്യതകളും എനിക്കാണ് അറിയുക. നിങ്ങൾ ഇരിക്കുന്ന ഒരാൾക്കും എൻ്റെ സ്വകാര്യതകളെ പറ്റി അറിയില്ല. നിങ്ങൾ ആരൊക്കെ, നിങ്ങൾ ആരൊക്കെ എന്നെ ബഹുമാനിച്ചാലും, ഞാൻ വരുമ്പോ നിങ്ങളെ ചൊല്ലിയാലും, ഞാൻ വരുമ്പോ നിങ്ങൾ എന്നെ എത്രത്തോളം സ്നേഹം കൊണ്ട് പൊതിഞ്ഞാലും അതൊന്നും എന്നിൽ ഒരു തരത്തിലുള്ള സ്വാധീനവും ചെലുത്തില്ല. കാരണം എനിക്ക് എന്നെ പറ്റി അറിയാം, എൻ്റെ സ്വകാര്യങ്ങളെ പറ്റി അറിയാം, എൻ്റെ രഹസ്യങ്ങളെ കുറിച്ച് അറിയാം, എൻ്റെ സമ്പാദ്യത്തെക്കുറിച്ച് അറിയാം, എൻ്റെ വരുമാനത്തെ പറ്റി അറിയാം, എൻ്റെ ജീവിതത്തെ കുറിച്ച് അറിയാം, എൻ്റെ ചെലവുകളെ കുറിച്ച് അറിയാം, എൻ്റെ രാത്രിയെ പറ്റി അറിയാം, എൻ്റെ പകലുകളെ പറ്റി അറിയാം, എൻ്റെ യാത്രകളെ കുറിച്ച് അറിയാം, എൻ്റെ ഇടപാടുകളെ കുറിച്ച് അറിയാം, എൻ്റെ ഏർപ്പാടുകളെ കുറിച്ച് അറിയാം. അത് നിങ്ങൾക്കാർക്കും അറിയില്ല. ഇതെല്ലാം അറിയുന്ന എനിക്ക് എന്നോടൊരു മതിപ്പുണ്ടെങ്കിൽ എനിക്ക് എന്നോട് ബഹുമാനം തോന്നും. ഞാൻ എൻ്റെ റബ്ബിന്റെ, ഞാൻ എൻ്റെ നാഥന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അള്ളാഹു പറഞ്ഞൊരു കാര്യം റബ്ബ് പറഞ്ഞു എന്ന കാരണം കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോയി നോക്ക്, നമുക്ക് നമ്മളോട് മതിപ്പ് തോന്നും, നമുക്ക് നമ്മളോട് ബഹുമാനം തോന്നും. എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പാളിച്ച, ഇതെന്റെ റബ്ബിന് ഇഷ്ടമല്ലാത്തതാണ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ ഇത് ഉപേക്ഷിക്കുന്നു എന്നൊരു തീരുമാനം എടുത്ത് നോക്ക്, നമുക്ക് നമ്മളോട് മതിപ്പുണ്ടാവും, നമുക്ക് നമ്മളോട് ആദരവ് തോന്നും, നമുക്ക് നമ്മളെ ബഹുമാനം തോന്നും. എന്റെ റബ്ബ് അനുതെന്ന് പറഞ്ഞത് കൊണ്ട് ഇന്ന കാര്യം എന്റെ ശരീരത്തിന് വലിയ ഇഷ്ടമാണ്,
ഞാൻ അതിലേക്ക് വല്ലാതെ ആകർഷിക്കപ്പെടുന്നുണ്ട്. എന്റെ മനസ്സ് അതിനോട് വല്ലാതെ ചായ്വ് കാണിക്കുന്നുണ്ട്. എന്റെ മനസ്സ് അതിനെന്നെ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് എന്റെ കണ്ണിന് വേണമെന്ന് തോന്നിയിട്ടും, എന്റെ മനസ്സിന് വേണമെന്ന് തോന്നിയിട്ടും, എന്റെ ശരീരത്തിന് വേണമെന്ന് തോന്നിയിട്ടും അരുതെന്ന് എന്റെ റബ്ബ് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നൊരു തീരുമാനമെടുത്ത് നമ്മൾ മുന്നോട്ട് പോയി നോക്ക്. ആ തീരുമാനം അഭിമാനത്തോടുകൂടെ ഏതൊരു സെക്കൻഡിൽ നമ്മൾ ഓർക്കും. സന്തോഷത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിന് പിന്നീട് അങ്ങോട്ടുള്ള മുഴുവൻ യാത്രക്കും ഊർജ്ജം നൽകുന്ന ഒരു തീരുമാനമായി ആ തീരുമാനം മാറും. പക്ഷേ നമുക്ക് നമ്മളോട് മതിപ്പ് തോന്നുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാകണം. അങ്ങനെയാണ് നമുക്ക് നമ്മളോട് ഒരു സെൽഫ് റെസ്പെക്ട് തോന്നുക. അതിൽ നിന്നാണ് നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുക. നമുക്ക് ഒരു വളരെ മനസ്സിന്റെ ഉള്ളിൽ തട്ടി ആത്മാർത്ഥമായി നമുക്ക് നമ്മളോട് മതിപ്പ് തോന്നുന്ന ആ മതിപ്പിൽ നിന്ന് നമുക്ക് നമ്മളോട് ബഹുമാനം തോന്നുന്ന ആ ബഹുമാനത്തിൽ നിന്ന് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്ന ആ ആത്മവിശ്വാസത്തിൽ നിന്ന് ഒരു സെൽഫ് എസ്റ്റീം, ഏറ്റവും ശരിയായ രൂപത്തിലുള്ള ഒരു പോസിറ്റീവായ ഒരു സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനത്തിലേക്ക്, ഒരു അന്തസ്സിലേക്ക് അങ്ങനെയാണ് നമ്മൾ എത്തുക. സഹോദരങ്ങളെ, ഈ ഒരു കോർവ പണ്ഡിതന്മാർ ഇങ്ങനെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, നമുക്ക് നമ്മളോട് മതിപ്പുണ്ടാകണം. രണ്ട്, നമ്മളോടുള്ള മതിപ്പിൽ നിന്നാണ് നമുക്ക് നമ്മളോട് ബഹുമാനം തോന്നുക. നമുക്ക് നമ്മളെ മതിപ്പില്ലെങ്കിൽ ലോകത്തിന് മുഴുവനും മതിപ്പുണ്ടായിട്ടും അതൊരു എഫക്റ്റും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കില്ല. നമുക്ക് നമ്മളോട് ബഹുമാനമില്ലെങ്കിൽ ലോകം മുഴുവൻ നമ്മൾ ബഹുമാനിച്ചാലും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കില്ല. നമുക്ക് നമ്മളോട് മതിപ്പ് തോന്നി, ആ മതിപ്പിൽ നിന്ന് നമുക്ക് നമ്മളോട് ബഹുമാനം ഉണ്ടായി, ആ ബഹുമാനത്തിൽ നിന്ന് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിട്ട്, ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിട്ട്, അതിൽ നിന്നാണ് ഒരു സെൽഫ് എസ്റ്റീം, ഒരു പോസിറ്റീവ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ഒരു ആത്മാഭിമാനത്തിന്റെ, ശരിയായ വിധത്തിലുള്ള ഒരു ആത്മാഭിമാനത്തിന്റെ ഒരവസ്ഥയിലേക്ക് ഒരു വിശ്വാസിക്ക് എത്താൻ കഴിയുക. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾക്ക് ഒരു സങ്കടം ഉണ്ടാകരുത്, ഒരു ഘട്ടത്തിലും ഒരു സന്ദർഭത്തിലും തകർന്നു എന്ന് തോന്നരുത്. എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും, എന്തെല്ലാം വന്നാലും, എന്തെല്ലാം പോയാലും, എന്തൊക്കെ ആഗ്രഹിച്ചതൊക്കെ കിട്ടിയാലും, എന്തൊക്കെ കെട്ടിപ്പിടിച്ചു വെച്ചത് വീണുടഞ്ഞ് തകർന്ന് നഷ്ടപ്പെട്ടു പോയാലും, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന, എന്തെല്ലാം ഉണ്ടെങ്കിലും എന്തെല്ലാം നഷ്ടപ്പെട്ടാലും വഅൻതുമുൽ അഅലൗന, നിങ്ങളാണ് ഉന്നതന്മാർ, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. കാരണം എന്തില്ലെങ്കിലും എനിക്ക് അള്ളയുണ്ട് എന്നൊരു ബോധം, അള്ളയുണ്ട് എന്നൊരു ബോധം, അള്ളാഹുവിനോടൊപ്പമാണ്, അല്ലെങ്കിൽ എന്നോടൊപ്പം അള്ളയുണ്ട് എന്നൊരു ബോധം, അത് ഒരു മനുഷ്യന് നൽകുന്ന ആത്മബലവും ആത്മവിശ്വാസവും മനസ്സിന്റെ ഉറപ്പും വളരെ വലുതാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നമ്മുടെ എതിർപക്ഷത്ത് വന്നു നിന്നാലും, ശത്രുപക്ഷത്ത് വന്നു നിന്നാലും, നമ്മുടെ എതിരാളികളായി ലോകം മുഴുവൻ മാറിയാലും അള്ളാഹു കൂടെയുണ്ട് എന്നൊരു ബോധത്തിൽ നിന്നാണ് വിശ്വാസികൾക്ക് യഥാർത്ഥത്തിലുള്ള ശക്തി ഉണ്ടാവുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, ഇഹ്ഫദില്ലാഹ, അള്ളാഹു നമ്മളെ സംരക്ഷിക്കണം, അള്ളാഹു നമ്മളെ സഹായിക്കണം, അള്ളാഹിന്റെ കാവലുണ്ടാകണം, അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകണം. അതിനെന്ത് വേണം? ഇഹ്ഫദില്ലാ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. നീ അള്ളാഹുവിനെ ഭയപ്പെടണം, അള്ളാഹുവിന്റെ കാവൽ നിനക്കുണ്ടാകും. നീ അള്ളാഹുവിന്റെ കൽപ്പനകളെ പാലിക്കണം, അള്ളാഹുവിന്റെ പൂർണ്ണമായ പിന്തുണ നിനക്കുണ്ടാവും. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫദില്ലാഹ തജിദുഹു തിജാഹക്, നീ നിന്റെ കൺമുമ്പിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നാഗ്രഹിക്കുന്നുണ്ടോ? ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന കുട്ടിയോട് അള്ളാഹുവിന്റെ റസൂല് പറയാൻ, നീ അള്ളാഹുവിനെ നിന്റെ കൺമുന്നിൽ കണ്ടുമുട്ടണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഇഹ്ഫദില്ലാ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കും. തജിദുഹു തിജാഹക്, അള്ളാഹു നിന്റെ മുമ്പിൽ വരും. അള്ളാഹു രൂപം പൂണ്ട്
ഏതെങ്കിലും ഒരു ആകൃതി പൂണ്ട് അള്ളാഹു ഒരു 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 രൂപിയായി പ്രത്യക്ഷപ്പെടും എന്ന അർത്ഥത്തിലല്ല. അള്ളാഹു കൂടെയുണ്ട് എന്ന് നിന്റെ മനസ്സിന് ശക്തമായ ബോധം വരും. ഇഹ്ഫദില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുമ്പോ. വഅലം, നീ അറിയണം. ചെറിയ കുട്ടിക്ക്, ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന ചെറിയ കുട്ടിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാണ്, അന്നൽ ഉമ്മ, ഒരു ജനത മുഴുവൻ, ലവിജ്തമഅത്, അവര് മുഴുവൻ സംഘടിച്ച്, അലാ അൻ യൻഫഉക ബിശൈഇൻ, നിന്നെ സഹായിക്കാൻ തീരുമാനിച്ചാലും, ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, അല്ലാഹു തീരുമാനിച്ചതല്ലാതെ എല്ലാവരും കൂടെ വിചാരിച്ചാലും നിനക്ക് ചെയ്തു തരാൻ കഴിയില്ല. എല്ലാവരും കൂടെ നിന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാലും അള്ളാഹു വിധിച്ചതല്ലാതെ ആർക്കും നിന്റെ കാര്യത്തിൽ നിന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ ബോധ്യപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിലേക്കും സാഹചര്യങ്ങളിലേക്കുമാണ് നമുക്ക് ഇറങ്ങിപ്പോകാനുള്ളത്. നാളെ ഇന്നത്തെ ശുഭകരമായ ലക്ഷണങ്ങളോ അവസ്ഥകളോ സാഹചര്യങ്ങളോ അന്തരീക്ഷങ്ങളോ അല്ല നമ്മുടെ ശരീരത്തെ കാത്തിരിക്കുന്നത്, നമ്മുടെ വീട്ടിൽ വരാനിരിക്കുന്നത്, നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാനിരിക്കുന്നത്, നമ്മുടെ നാട്ടിൽ നടക്കാനിരിക്കുന്നത്, നമ്മുടെ രാജ്യത്ത് നാളെ ഒരുപക്ഷെ ഉണ്ടായേക്കാനിരിക്കുന്നത്, ഈ ലോകത്തൊരു പക്ഷെ ഇനിയുള്ള കാലങ്ങളിൽ വന്ന് ഭവിച്ചേക്കാനിരിക്കുന്നത് നമുക്ക് ശുഭകരമായ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നാളെ എന്ത് സംഭവിച്ചാലും, ജീവിതത്തിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായാലും, ഇന്നാലില്ലാ, ഞാൻ അള്ളാഹുവിനുള്ളവനാണ്, ഞാൻ അള്ളാഹുവിലേക്കുള്ളവളാണ് എന്നൊരു ബോധമാണ്, അത്തരം ഒരു ചിന്തയാണ് എന്നെയും നിങ്ങളെയും സ്വാധീനിക്കേണ്ടത്. അത് ഏത് പരാജയങ്ങളിലും നമുക്ക് കരുത്ത് നൽകും. ഏത് പ്രതിസന്ധികളിലും അത് അതിജീവിക്കാനുള്ള ബലം, ആത്മബലം ഒരു മനുഷ്യന്റെ മനസ്സിനകത്ത് സന്നിവേശിപ്പിക്കാൻ, കരുപ്പിടിപ്പിക്കാൻ, ഇന്നാലില്ലാ, ഞാൻ അള്ളാഹുവിനുള്ളവനാണ്, ഞാൻ അള്ളാഹുവിൽ നിന്നുള്ളവളാണ്, ഞാൻ അള്ളാഹുവിലേക്കുള്ളവളാണ് എന്നൊരു ബോധം കൊണ്ടാണ് ഒരു മനുഷ്യർക്ക് സാധ്യമാവുക. 4 ആൺമക്കളുടെ ചിത്രം കണ്ടപ്പോ, അബുദാബിയിൽ നിന്നുള്ള 4 ആൺകുട്ടികളുടെ ചിത്രം കണ്ടപ്പോ, നിങ്ങൾ ഫേസ്ബുക്കിൽ ആ ചിത്രം കണ്ടപ്പോ, വാട്സപ്പിൽ ആ ചിത്രം കണ്ടപ്പോ ആരാണ് ചോദിക്കാത്തത്, എങ്ങനെയാണ് ഈ 4 മക്കളുടെ ഉമ്മാക്ക് സമാധാനം ഉണ്ടാവുക? 4 മക്കളുടെ ഉമ്മ, അവർക്ക് എങ്ങനെയാ ഇന്ന് ഉറങ്ങാൻ കഴിയുക? എത്ര കാലമാണ് അവർക്ക് ഇതിന്റെ വേദന അനുഭവിക്കേണ്ടി വരിക? ആ വാപ്പയെ ആരാണ് സമാധാനിക്കുക? ഇങ്ങനെ ചോദിക്കാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിലില്ല. 4-5 മക്കളെയും കൂട്ടി വാഹനം ഓടിച്ചു പോകുമ്പോ ഉമ്മ ഓടിച്ച വാഹനം അപകടം പറ്റിയിട്ട് 4 കൺമണികൾ കണ്ണിന്റെ മുന്നിൽ വെച്ച് മരണത്തിലേക്ക് വഴിവിടുമ്പോ എന്റെ നിങ്ങളുടെ ഒക്കെ നാവിൽ വന്നു ഈ ചോദ്യം, ആരാണ് ആ ഉമ്മയെ സമാധാനിപ്പിക്കുക? ആരാണ് ആ ഒരു കുടുംബത്തെ സമാധാനിപ്പിക്കുക? നമ്മുടെ വീട്ടിലും ചെറിയ മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ട്. ആ കുട്ടികൾ മരണപ്പെടുമ്പോ എങ്ങനെയാണ്, ആരാണ്, ആർക്കാണ്, ആരെയാണ്, എങ്ങനെയാണ് സമാധാനിപ്പിക്കാൻ കഴിയുക? മാസങ്ങൾ കഴിഞ്ഞിട്ട് ലൈസൻസ് ഇല്ലാത്ത 2 ചെറുപ്പക്കാർ ഓടിച്ച വാഹനം വന്നിട്ട്, കൗമാരപ്രായത്തിലുള്ള 2 ആൺകുട്ടികൾ ഓടിച്ച സ്കൂട്ടി വന്നിടിച്ചിട്ട് മകളുടെ മകൾ മരണപ്പെട്ടതിന്റെ വിവരം മാസങ്ങൾ കഴിഞ്ഞ് വല്ലിപ്പ പങ്കുവെക്കുമ്പോ ആ വല്ലിപ്പക്ക് പറയാൻ കഴിയുന്നില്ല, വാക്കുകൾ പൂർത്തിയാകുന്നില്ല. കണ്ണടഞ്ഞു പോകുന്ന, കണ്ണ് നിറഞ്ഞു പോകുന്ന, തൊണ്ടയിടറിപ്പോകുന്ന, തൊണ്ടു പറച്ചു പോകുന്ന രൂപത്തിലാണ് മാസങ്ങൾ കഴിഞ്ഞിട്ട് 8 വയസ്സുള്ള പേരക്കുട്ടിയുടെ മരണത്തെക്കുറിച്ച് വല്ലിപ്പ സംസാരിക്കുന്നത്. എങ്ങനെയാ മറക്കാൻ കഴിയുക? സഹോദരങ്ങളെ, ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇന്നാലില്ലാ, ഞാൻ അള്ളാഹുവിനുള്ളവനാണ്, ഞാൻ അള്ളാഹുവിൽ നിന്നുള്ളവളാണ്, അള്ളാഹുവിലേക്കുള്ളവനാണ്, അള്ളാഹുവിൽ നിന്നാണ് അള്ളാഹുവിലേക്കാണ് എന്നൊരു ബോധം അതെപ്പോഴും നമ്മുടെ മനസ്സുകളെ സ്വാധീനിക്കുക തന്നെ വേണം. മറ്റൊന്നിന്റെയും പിന്നാലെ പോയിട്ട് ജീവിതത്തിന് വിലയുണ്ടാക്കാം എന്ന് കരുതരുത്. മറ്റൊന്നുണ്ടാക്കി കൂട്ടിയിട്ട് ജീവിതത്തെ കളർഫുള്ളാക്കാം എന്ന് നമ്മൾ തീരുമാനിക്കരുത്. ദീനില്ലാതെ, അള്ളയില്ലാതെ, പരലോകബോധമില്ലാതെ, പഠിച്ചവനെ കുറിച്ചുള്ള അറിവില്ലാതെ ജീവിതത്തിൽ മറ്റെന്ത് സംഭവിച്ചാലും, മറ്റെത്ര സമ്പാദിച്ചാലും ഒരു വലിയ പൂജ്യമാണ് ഞാനും എൻ്റെ കുടുംബവും എന്ന
തിരിച്ചറിവ് എന്നാണ് നമുക്ക് കിട്ടുന്നത്, അന്നാണ് നമ്മുടെ കുടുംബം രക്ഷപ്പെടുക. നമുക്ക് തോന്നും നമുക്കും നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും 10 തലമുറകൾക്ക് അപ്പുറത്തും ഇരുന്ന് തിന്നു തീർക്കാവുന്ന അത്ര ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, എനിക്ക് സ്വത്തുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് വരുമാനമുണ്ട്, എനിക്ക് പണമുണ്ട്, എനിക്ക് പദവികളുണ്ട്, പലതും നമുക്ക് തോന്നും. പക്ഷേ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ മനസ്സിൽ അനന്തരാവകാശികളുടെ ഹൃദയത്തിനകത്തും, മക്കളും പേരക്കുട്ടികളും ഉൾപ്പെടെ അനന്തരാവകാശികളുടെ ഹൃദയത്തിനകത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാക്കി കൊടുക്കാൻ പടച്ചവൻ റബ്ബ് എന്റെ തീരുമാനമല്ല, എന്റെ റബ്ബിന്റെ തീരുമാനം മതി, എന്റെ ഇഷ്ടമല്ല എന്റെ റബ്ബിന്റെ ഇഷ്ടം മതി, ഞാൻ ആഗ്രഹിച്ചതുപോലെയല്ല എന്റെ റബ്ബിനോട് കൽപ്പിച്ചതുപോലെ മതി എന്ന് പറയുന്ന, അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനസ്സും മാനസികാവസ്ഥയും അങ്ങനെയുള്ള ഒരു ബോധവും ചിന്തയും തലച്ചോറും മക്കൾക്കും പേരക്കുട്ടികൾക്കും കുടുംബത്തിനും നൽകാൻ കഴിഞ്ഞാലല്ലാതെ എന്റെ കുടുംബം വിജയിച്ചു, എന്റെ കുടുംബം രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാ ഖൈറിലാണ് എന്ന് നമ്മൾ പറയരുത്. ഈ ബോധമാണ് അടിസ്ഥാനപരമായി വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ അടിസ്ഥാനപരമായി സ്വാധീനിക്കേണ്ടത് ഈ ഒരു ബോധമാണ്. ഇന്നാലില്ലാ, അള്ളാഹുവിനുള്ളവരാണ്, അള്ളാഹുവിൽ നിന്നുള്ളവരാണ്. റബ്ബ് പറയുന്നത് പോലെയാണ്, അള്ളാഹു കൽപ്പിക്കുന്നത് പോലെയാണ്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ. അന്തസ്സിന്റെ റബ്ബാണ്, അന്തസ്സിന്റെ ഇസ്സത്തിന്റെ റബ്ബാണ്, രക്ഷിതാവാണ് അള്ളാഹു. വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കാൻ സുബ്ഹാന റബ്ബിക്, നിന്റെ റബ്ബ് അത്ര പരിശുദ്ധനാണ്. റബ്ബുൽ ഇസ്സ, റബ്ബുൽ ഇസ്സ അന്തസ്സിന്റെ റബ്ബാണ്, ഇസ്സത്തിന്റെ തമ്പുരാനാണ്, ഇസ്സത്തിന്റെ രക്ഷിതാവാണ് നിന്റെ റബ്ബ്. റബ്ബുൽ ഇസ്സ, ഇസ്സത്തിന്റെ അന്തസ്സിന്റെ രക്ഷിതാവ് അള്ളാഹുവാണ്. ആ അള്ളാഹു തട്ടുമ്പോഴാണ്, അള്ളാഹുവിൽ മുട്ടുമ്പോഴാണ്, അള്ളാഹുമായി ചേരുമ്പോഴാണ്, അള്ളാഹുമായി അടുക്കുമ്പോഴാണ്, അള്ളാഹുവിനോട് ചോദിക്കുമ്പോഴാണ്, അള്ളാഹു പറയുന്നത് പോലെ ജീവിക്കുമ്പോഴാണ് അന്തസ് ഉണ്ടാവുക, ഇസ്സത്ത് ഉണ്ടാവുക. അസീസ് 100-ലേറെ തവണയാണ് അസീസുർ റഹീം, അസീസുൽ ഹക്കീം 100-ലേറെ തവണയാണ് പരിശുദ്ധ ഖുർആൻ അസീസ് എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച്. ഐനും സായും എന്നൊക്കെ പറയുമ്പോ ആ പദം ഐനും സായും ചേർന്ന ഈ 3 അക്ഷരങ്ങൾ ചേർന്നതാണ്. ആ 3 അക്ഷരങ്ങളുടെയും അടിസ്ഥാനപരമായ അർത്ഥം എന്ന് പറയുന്നത് പവറാണ്. എന്ന് പറയുന്നത് പവറാണ്, ശക്തിയാണ്. അർലുൻ അസീസ് എന്ന് പറയും. എത്ര കുത്തി ഒലിച്ചു വരുന്ന വെള്ളം വന്നാലും, ഏതൊക്കെ തരത്തിലുള്ള മഹാമാരി ഉണ്ടായാലും ഒഴിച്ചു പോകാത്ത മണ്ണിനെ, ഒഴുകി ഒലിച്ചു പോകാത്ത മണ്ണിനെ അർലുൻ അസീസ് എന്ന് പറയും. അസീസിന്റെ അർത്ഥം എന്താണ്? ഏതൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും, എന്തെല്ലാം മഹാമാരികൾ വന്നാലും ോടെ നിൽക്കാൻ, ശക്തിയോടുകൂടെ നിൽക്കാൻ ഒരു മനുഷ്യന് പവർ നൽകുന്ന, അന്തസ് നൽകുന്ന ഒരു വിശ്വാസം, അത് അസീസ് അള്ളാഹുവിൽ നിന്നുള്ള വിശ്വാസമാണ്. ഇസ്സത്തിന്റെ റബ്ബാണ് പഠിച്ചോ എന്ന് പറഞ്ഞാൽ, പ്രതാപത്തിന്റെ ഇസ്സത്തിന്റെ റബ്ബാണ് പടച്ചോൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ റബ്ബിൽ നിന്നാണ് നിങ്ങൾ ഇസ്സത്ത് പ്രതീക്ഷിക്കേണ്ടത്. റബ്ബിനെ ഒഴിവാക്കിയിട്ട്, ദീനിനെ ഒഴിവാക്കിയിട്ട് കുറച്ചു കാലം സമ്പാദിക്കാം, നല്ല പണം ഉണ്ടാക്കിയിട്ട് കുടുംബത്തെയൊക്കെ ഒന്ന് സേഫാക്കി എല്ലാരെയും ഒരു ഭാഗത്ത് എത്തിച്ചിട്ട് പിന്നെ കുട്ടികൾക്ക് ദീൻ കൊടുക്കാം, കുടുംബത്തിൽ ദീൻ ഉണ്ടാക്കാം, മക്കളെ പറഞ്ഞു പഠിപ്പിക്കാം എന്ന് വിചാരിച്ചാൽ വലിയ പരാജയത്തിലേക്ക്, വലിയ തകർച്ചയിലേക്ക് പോകും. കേരളത്തിന്റെ മണ്ണിൽ വിപ്ലവകരമായ മതപരമായ മാറ്റങ്ങൾക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കിയ പേരുകേട്ട ഒരു മഹാകുടുംബത്തിലെ പുതിയ തലമുറയിലെ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി പറഞ്ഞ അനുഭവങ്ങൾ എന്നെയും നിങ്ങളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, ഒരു വലിയ വടവൃക്ഷത്തിൽ നിന്ന് വലിയ ആദരവോടുകൂടെ നാട് മുഴുവൻ കാണുന്ന ഒരു മഹാനേതാവിൽ നിന്ന് അദ്ദേഹത്തിന്റെ മക്കളായി, പേരക്കുട്ടികളായി, തലമുറകളായി വന്നവരുടെ കൂട്ടത്തിൽ മതത്തോടടുപ്പുള്ള, ദീനിനോടടുപ്പമുള്ള ആരുമില്ല എന്നതൊരു പക്ഷേ സങ്കടപ്പെടേണ്ടതല്ല. ആ വന്ന മക്കളുടെ ഒക്കെ താവഴികളിൽ മതവിരുദ്ധരായി, മതത്തിന്റെ ശത്രുക്കളായി, മതത്തിന്റെ ചിഹ്നങ്ങളോട് പുച്ഛമുള്ളവരായി, മതത്തിന്റെ അടയാളങ്ങളോട് വിരോധമുള്ളവരായി, ഹറാമാണെന്ന് മതം പറയുന്ന എന്ത് കാര്യങ്ങളുണ്ടോ അതിലേക്കൊക്കെ ഊളിയിട്ട്
പകർന്നു വീടുന്നവരായി ഒരു തലമുറ കഴിയുമ്പോൾ, 2 തലമുറ കഴിയുമ്പോൾ പേരക്കുട്ടികളും അവരുടെ കുട്ടികളും ഒക്കെ അങ്ങനെ തകർന്ന് നശിച്ച് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം. അതാണ് യഥാർത്ഥത്തിൽ എന്നെയും നിങ്ങളെയും ഭയപ്പെടുത്തേണ്ടത്. നമ്മളുള്ള ഒരു കാലത്ത് ഞാൻ എൻ്റെ കുടുംബത്തെ സുരക്ഷിതാക്കിയിട്ടുണ്ട് എന്ന് പറയേണ്ടത് സമ്പത്ത് നല്ല കട്ടിയിൽ, നല്ല ഒരു അളവിൽ സമ്പത്ത് കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിട്ടല്ല. മതം, ദീൻ, പടച്ചോനെ കുറിച്ചുള്ള ഒരു ചിന്തയും ബോധവും നമ്മുടെ മക്കളുടെയും പേരക്കുട്ടികളുടെയും മനസ്സുകൾക്കകത്തേക്ക് പകർന്നു നൽകിയിട്ടാണ് അവരെ ഞാൻ സുരക്ഷിതമാക്കിയിട്ടുണ്ട് എന്ന് മക്കളുടെ കാര്യത്തിൽ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ സന്തോഷിക്കുകയും സമാധാനിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. മൻ അറാദ ഇസ്സൻ ബിലാ അശീറ വഹൈബതൻ ബിലാ സുൽത്താൻ ഫല്യഖ്റുജ് മിൻ ദുല്ലി മഅസിയത്തിൻ ഇലല്ലാഹി ഇലാ ഇസ്സത്തി ത്വാഅതിഹി. ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് പറയാൻ, നിങ്ങൾ ആരെങ്കിലും യഥാർത്ഥത്തിൽ ഇസ്സത്ത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വലിയ കുടുംബത്തിൽ പോയി പെട്ടാൽ ഇസ്സത്ത് ഉണ്ടാകും എന്ന് നിങ്ങൾ കരുതരുത്. പേരും പ്രശസ്തിയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് പോയി കല്യാണം കഴിച്ചാൽ ആ കുടുംബത്തിൽ ദീനുണ്ടായാലും വേണ്ടില്ല, ദീനില്ലെങ്കിലും വേണ്ടില്ല. അവിടെ ഷിർക്കുണ്ടായാലും വേണ്ടില്ല, ഷിർക്കില്ലെങ്കിലും വേണ്ടില്ല. അറിയപ്പെട്ട വലിയ കുടുംബമാണ് എന്ന് കരുതിയിട്ട് വലിയ കുടുംബത്തിൽ പോയി സംബന്ധത്തിന് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ മതം പരിഗണിക്കാറില്ല. അവരുടെ വിശ്വാസം എന്താണ്, അവരുടെ ഈമാൻ എന്താണ്, അവരുടെ ദീൻ എന്താണ്, കെട്ടുന്ന പുരുഷന്റെ, കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടിയുടെ മതപരമായ അവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കാതെ വലിയ വലിയ തറവാടുകൾ നോക്കി പേര് പ്രശസ്തി നോക്കിയിട്ട് വിവാഹബന്ധങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആളുകളുണ്ട്. ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് പറയാൻ, ആരെങ്കിലും ഇസ്സത്ത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ അള്ളാഹുവിലേക്ക് തിരിയട്ടെ. അവനിലേക്കുള്ള അനുസരണത്തിലേക്ക്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് അവർ തിരിയട്ടെ എന്നാണ് ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതങ്ങളിൽ സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ കഴിയണം. നമുക്കൊന്നുമില്ലെങ്കിലും ഇവിടെ അഭിമാനത്തോടുകൂടെ ജീവിക്കണം. ആ അന്തസ്സോടുകൂടെ ഈ ലോകത്ത് ജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതിന് യഥാർത്ഥത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. ശരിയായ രൂപത്തിലുള്ള ഈമാൻ നമുക്കുണ്ടാകണം. അതുമായി അനുബന്ധമായ സൽസ്വഭാവങ്ങളും സൽഗുണങ്ങളും, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സൽസ്വഭാവങ്ങളും സൽഗുണങ്ങളും ഉണ്ട്. ആ സൽസ്വഭാവങ്ങളും സൽഗുണങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ കഴിയണം. നമ്മുടെ ജീവിതത്തെ ന്യൂനതകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തറക ശൈഅൻ ലില്ലാഹി, മൻ തറക ശൈഅൻ ലില്ലാഹി. നിങ്ങളുടെ കൂട്ടത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, മൻ തറക ശൈഅൻ ലില്ലാഹി, അള്ളാഹുവിനെ ഉദ്ദേശിച്ച് നിങ്ങളുടെ കൂട്ടത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഒഴിവാക്കിയാൽ അവ്വലഹുല്ലാഹു ഖൈറൻ മിൻഹു, അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹുവിന് പകരം നൽകും. പലതും ഒഴിവാക്കാൻ നമുക്ക് പ്രയാസം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. ശീലങ്ങൾ പലതും അടർത്തി മാറ്റി വലിച്ചെറിയേണ്ടതുണ്ടാവും. നമ്മുടെ സ്വഭാവത്തിലേക്കും നമ്മുടെ പെരുമാറ്റത്തിലേക്കും നമ്മുടെ പ്രവർത്തനങ്ങളിലേക്കും അള്ളാഹ് തൃപ്തിപ്പെട്ടതേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഒരു കർക്കശമായ തീരുമാനമാക്കി നമ്മൾ കൊണ്ടു നടക്കണം. എൻ്റെ കണ്ണ് എൻ്റെ റബ്ബ് തന്നതാണ്. എൻ്റെ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി അല്ലാതെ ഞാൻ എൻ്റെ കണ്ണ് ഉപയോഗിക്കുകയില്ല. എൻ്റെ നാവ് എനിക്ക് എൻ്റെ അള്ളാഹ് തന്ന സമ്മാനമാണ്. എൻ്റെ നാവ് എൻ്റെ റബ്ബിൻ്റെതാണ്. എൻ്റെ നാവ് എൻ്റെ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി അല്ലാതെ ഞാൻ ഉപയോഗിക്കുകയില്ല. എൻ്റെ ശരീരം എൻ്റെ റബ്ബ് തന്നതാണ്. എൻ്റെ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടിയല്ലാതെ ഞാനത് ഉപയോഗിക്കുകയില്ല. എൻ്റെ സ്വകാര്യ അവയവങ്ങൾ എൻ്റെ റബ്ബ് തന്നതാണ്. എൻ്റെ റബ്ബ് ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ അല്ലാതെ ഞാനത് ഉപയോഗിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സമീപിക്കുമ്പോൾ, രാത്രിയിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സമീപിക്കുമ്പോൾ, ശാരീരികമായ ബന്ധങ്ങൾ ഭാര്യയുമായി ഉണ്ടാകുമ്പോൾ അള്ളാഹു അതിന് പ്രതിഫലം നൽകും. സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, രാത്രിയിൽ എന്റെ കിടക്കയിൽ എന്റെ ശരീരം ഞാൻ ഭാര്യയുമായി പങ്കുവെക്കുമ്പോൾ, ഞങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെടുമ്പോൾ അള്ളാഹു അതിന് പ്രതിഫലം നൽകുമെന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തിരിച്ചു ചോദിച്ചു, ഹറാമായ മാർഗത്തിലാണ് അത് ചെയ്യുന്നതെങ്കിൽ അള്ളാഹു താങ്കളെ ശിക്ഷിക്കുകയില്ലേ? ഹറാമായ മാർഗത്തിലൂടെയാണ് ശരീരത്തിന്റെ ആവശ്യം നീ നിർവഹിക്കുന്നതെങ്കിൽ അള്ളാഹു ശിക്ഷിക്കുകയില്ലേ? അതുപോലെയാണ്
ഹലാലായ മാർഗത്തിലൂടെ അത് നിർവഹിക്കപ്പെടുമ്പോൾ അള്ളാഹു അതിന് പ്രതിഫലം നൽകും എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ മാർഗങ്ങളിലും നമുക്ക് സൂക്ഷ്മതകൾ ഉണ്ടാകണം. നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടണം. അള്ളാഹുവിനെ കൃത്യമായി ഭയപ്പെടുന്ന ഒരാൾ ലോകത്ത് മറ്റൊന്നിനെയും ഭയപ്പെടുകയില്ല. അതിനെയാണ് ഞാനും നിങ്ങളും തൗഹീദ് എന്ന് പറയുന്നത്. അള്ളാഹുവിനെ സത്യസന്ധമായി പേടിക്കുന്ന ഒരാൾ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന ഒരു മാറ്റങ്ങളെക്കുറിച്ചും ഒരു തരത്തിലുള്ള ഭയപ്പാടും അയാളുടെ മനസ്സിനകത്ത് അലക്കുകയില്ല, സ്വാധീനിക്കുകയില്ല. അതിനെയാണ് ഞാനും നിങ്ങളും തൗഹീദ് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, എത്ര സ്വകാര്യത കിട്ടിയാലും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ കാണുകയില്ലെന്ന് യുവാക്കളും യുവതികളും ആവർത്തിച്ച് അവനവന്റെ മനസ്സിനെ, അവനവന്റെ മനസ്സാക്ഷിയെ പറഞ്ഞു പഠിപ്പിക്കണം. ഹറാമുകളിൽ നമ്മൾ പെട്ടുപോയാൽ നമ്മുടെ സകലമാന നന്മകളും അതുകൊണ്ട് നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. നമസ്കാരം ഉണ്ടായിരുന്നു, നോമ്പുണ്ടായിരുന്നു, സ്വതക്കകൾ ഉണ്ടായിരുന്നു, ഒരുപാട് പുണ്യങ്ങളും സൽപ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ട് പരലോകത്ത് വരുമ്പോ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോയി. അതിന്റെ കാരണം പറയുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിച്ചാകുമ്പോ ഒറ്റക്കാകുമ്പോ അവൻ ഹറാമിൽ പോയി വീഴുമായിരുന്നു എന്നതാണ്. മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുള്ള ഒരു കാലത്ത്, ഇന്റർനെറ്റും സൗകര്യങ്ങളും നമ്മുടെ കൈകളിൽ കൺമുമ്പിലുള്ള ഒരു കാലത്ത് ഹറാമുകളിൽ പോയി വീഴുക എന്നൊരു പ്രയോഗത്തെ വളരെ ഗൗരവത്തോടുകൂടെ ഞാനും നിങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, സമ്പത്താണ് ഒരു മനുഷ്യന് നശിപ്പിക്കുന്ന ഒന്നെങ്കിൽ. രണ്ടാമത്തത് ലൈംഗിക ജീവിതത്തിലാണ് മനുഷ്യർക്ക് അബദ്ധങ്ങൾ പറ്റുക. സമ്പത്തുമായി ബന്ധപ്പെട്ടും സെക്സ്വൽ ലൈഫുമായി ബന്ധപ്പെട്ടും ഞാൻ സുരക്ഷിതമാണ്, എനിക്ക് എന്നോട് ആദരവ് തോന്നുന്നു, എനിക്ക് എന്നോട് ബഹുമാനം തോന്നുന്നു, എന്റെ ജീവിതത്തിൽ കറകളില്ല, എന്റെ ജീവിതത്തിൽ കളങ്കങ്ങളില്ല, ഞാനത് ചെയ്യാത്തത്, ഞാൻ അതിലേക്ക് ഇറങ്ങാത്തത്, ഹറാമായി ഒരു നയാ പൈസ ഞാൻ സമ്പാദിക്കാത്തത് എന്റെ റബ്ബ് എനിക്കതിന് അനുവാദം നൽകാത്തത് കൊണ്ടാണ്. ഹറാമായ മാർഗത്തിൽ എന്റെ ശരീരത്തിന്റെ ഒരാവശ്യത്തെയും പരിഹരിക്കണമെന്ന് എനിക്ക് തോന്നാത്തത് എന്റെ റബ്ബ് എനിക്ക് അതിന് അനുവാദം നൽകാത്തത് കൊണ്ടാണ്. ആ ഒരു വ്യക്തിത്വവും മാനസികാവസ്ഥയും നമുക്കുണ്ടായാൽ നമുക്ക് നമ്മളോട് മതിപ്പ് തോന്നും, നമ്മൾ നമ്മളെ ബഹുമാനിക്കും. സ്വയം മതിപ്പ് തോന്നുന്ന, സ്വയം അവനവനോട് ബഹുമാനം തോന്നുന്ന, അതിലൂടെ ആത്മവിശ്വാസം ഉണ്ടാകുന്ന, ആ ആത്മവിശ്വാസത്തെ അന്തസ്സാക്കി ആത്മാഭിമാനമാക്കി ലോകത്തിന്റെ മുന്നിൽ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന സ്വാലിഹീങ്ങളായി, സജ്ജനങ്ങളായി, സദ്വൃത്തന്മാരായി, നല്ല മനുഷ്യരായി ഈ ലോകത്ത് അള്ളാഹുവിന്റെ ദീനിനെ പ്രതിദാനം ചെയ്ത് ജീവിക്കാൻ സർവശക്തനായ റബ്ബ് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർവശക്തൻ എന്നെയും നിങ്ങളെ സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥൻ അള്ളാഹുവിന്റെ ദീനിനെ ഇനിയും കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ സഹോദരങ്ങളെ, സഹോദരിമാരെ, അതിന് നമുക്കൊക്കെ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതിന് ശ്രമിക്കണം. എന്താണോ ഇന്നത്തെ ദീനുമായി നമ്മുടെ ബന്ധപ്പെട്ട അറിവെന്താണോ, അടുത്ത മാസം ഈ ദിവസം ഈ ഡേറ്റ് വരുമ്പോഴും ഇതേ നിലവാരത്തിലല്ല നമ്മൾ ഉണ്ടാകേണ്ടത്. ഒരു മാസക്കാലം കൊണ്ട് അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് ഇത്ര കാര്യങ്ങൾ എനിക്കറിയാൻ കഴിഞ്ഞു, എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്ന് സ്വയം നമുക്ക് അഭിമാനം തോന്നണം. അങ്ങനെ നമുക്ക് അന്തസ്സ് തോന്നണം. എൻ്റെ പ്രയത്നത്തെക്കുറിച്ചും എൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും എൻ്റെ പരിശ്രമത്തെക്കുറിച്ചും എൻ്റെ അധ്വാനത്തെക്കുറിച്ചും എനിക്ക് എന്നോട് തന്നെ മതിപ്പ് തോന്നണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ വിജ്ഞാനം സമ്പാദിക്കുന്നതിനു വേണ്ടി, അറിവ് നേടാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ കഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ അതിനുവേണ്ടി കുറെ അധ്വാനിക്കുന്നുണ്ട്. എനിക്ക് എന്നോട് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എൻ്റെ അധ്വാനങ്ങളും പരിശ്രമങ്ങളും അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട അറിവ് നേടുന്ന കാര്യത്തിൽ ഉണ്ടാകണം. നമ്മൾ നന്നായി പഠിക്കുക. നമ്മുടെ മനസ്സിന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക, ഹൃദയത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഓതുന്ന ആയത്തുകൾ തൊണ്ട കഴിഞ്ഞിട്ട് ഹൃദയം കൊണ്ട് ഓതുന്ന, മനസ്സുകൊണ്ട് ഖുർആൻ ഓതുന്ന വിശ്വാസികളായി നമ്മൾ മാറുക. ചിന്ത കൊണ്ട് ഖുർആനിലേക്ക് കടന്നു വരുന്ന, ഖുർആനിലൂടെ യാത്ര ചെയ്യുന്ന സത്യവിശ്വാസികളായി നമ്മൾ മാറുക. ജീവിതം കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ ഹയാത്താക്കുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളെ ജീവിതം കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ട് ഹയാത്താക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടുക. നമ്മുടെ ശരീരത്തിൽ ധരിക്കുന്ന വസ്ത്രം ഞെരിയാണിക്ക് മുകളിൽ ഉയരുന്നതിനെ പറ്റി മാത്രമല്ല, ആ വസ്ത്രത്തിനകത്തുള്ള അവയവങ്ങൾ ഓരോന്നും
കണ്ണു മുതൽ കാൽപാദത്തിലെ നഖം വരെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നു, അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ശരീരത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ഒരു പിടി താടിയുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ മാത്രമല്ല, ആ താടി രോമങ്ങളിലെ ഓരോ രോമത്തെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടെയാണ്, വളരെ ആത്മാർത്ഥതയോടുകൂടെയാണ്, വളരെ ഇഖ്ലാസോടുകൂടെയാണ്, അള്ളാഹുവിനോടുള്ള സത്യസന്ധതയോടുകൂടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. കേവലമായ ചിഹ്നങ്ങൾക്കും അടയാളങ്ങൾക്കും അപ്പുറം, പർദ്ദയും മഫ്തയും എന്ന കേവലമായ ചിഹ്നങ്ങൾക്കും അടയാളങ്ങൾക്കും അപ്പുറം പർദ്ദക്കകത്തുള്ള ശരീരത്തിന്, പർദ്ദക്കകത്തുള്ള വ്യക്തിക്ക് ഈമാനുണ്ട്, ഹൃദയം, യഥാർത്ഥത്തിലുള്ള വിശ്വാസമുള്ള ഒരു ഹൃദയമുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ, സദ്വൃത്തവാന്മാരിൽ അള്ളാഹു കുടുംബസമേതം നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മെ പിരിഞ്ഞ വിശ്വാസികളുടെ സഹോദരി സഹോദരന്മാരുടെ ബന്ധുമിത്രാദികളുടെ കൂടെ പരലോകത്ത് സ്വർഗത്തിൽ ഒത്തുചേരാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മനസ്സുകൾക്കകത്ത് ഈമാനിനെ നല്ല ബലത്തോടുകൂടെ കാത്തു സൂക്ഷിക്കാനും നമ്മുടെ അനന്തരാവകാശികളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ പേരക്കുട്ടികളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ മതപരമായ കാര്യങ്ങളിൽ സ്വാധീനം ചെലുത്താനും അവർക്കുള്ള മാതൃകകളായി മാറാനും നമ്മൾ ആഗ്രഹിക്കുന്ന ദീനിന്റെ മാർഗത്തിലൂടെ നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ സ്വർഗനരകങ്ങൾ തീരുമാനിക്കുമ്പോൾ മക്കളെ കൂട്ടി കുടുംബത്തെ ചേർത്ത് സ്വർഗാവകാശികളായി അവനവന്റെ മക്കളോടൊപ്പം, കുടുംബത്തോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം സ്വർഗാവകാശികളായി മാറാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക്, നമ്മുടെ മക്കൾക്കും ഇണകൾക്കും കുടുംബങ്ങൾക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിലെ രോഗികൾ അള്ളാഹു അവരുടെ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. സാമ്പത്തിക ബാധ്യതയും കടബാധ്യതയും ഉള്ളവർ അള്ളാഹു അവരെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന പ്രവർത്തന രംഗത്ത് ഒരൊറ്റ ശരീരം പോലെ, ഒരൊറ്റ മനസ്സോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, ആവേശത്തോടെ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രസ്ഥാനം, കേരളത്തിലെ തൗഹീദി പ്രബോധന രംഗത്ത് നായകത്വം നൽകുന്ന നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ പണ്ഡിതന്മാർക്കും നമ്മുടെ നേതാക്കന്മാർക്കും അള്ളാഹു കൂടുതൽ കരുത്തും കഴിവും അറിവും പ്രദാനം ചെയ്യുമാറാകട്ടെ. കൂടുതൽ സ്ഥൈര്യത്തോടെ, കൂടുതൽ ധൈര്യത്തോടെ കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കാനും നേതൃത്വം നൽകാനും മുന്നിൽ നടക്കാനുമുള്ള അറിവും കഴിവും കരുത്തും നമുക്ക്, നമ്മുടെ പണ്ഡിതന്മാർക്ക്, നമ്മുടെ നേതാക്കന്മാർക്ക്, നമ്മുടെ പ്രസ്ഥാനത്തിന് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ അള്ളാഹു സ്വർഗത്തിലേക്കും നരകത്തിലേക്കും രണ്ടു വിഭാഗമായി മനുഷ്യരെ വിഭജിക്കുമ്പോൾ സ്വർഗം നേടുന്ന സജ്ജനങ്ങളിൽ സന്തോഷത്തോടുകൂടെ ഒരാളായി മാറുവാൻ, കുടുംബസമേതം അവരിലെ പങ്കാളികളാകുവാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.